അഭിവന്യ പിതാവേ, സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഹലോ, ഹലോയ്ക്ക് ഹായ് മറുപടി പറഞ്ഞാൽ നോക്കട്ടെ. ഹലോ, അല്പം കൂടെ സന്തോഷം വരട്ടെ. ചിലർ ഹായ് പറയുന്ന കേട്ടോ എന്നെ കൊല്ലാൻ വരുന്ന പോലെയാണ് മുഖം ഇരിക്കുന്നത്. അല്പം കൂടെ സന്തോഷത്തോട് പറഞ്ഞു ഹലോ. ഹലോ, നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നോ? പിതാവ് പറഞ്ഞതൊക്കെ ഉണ്ടോ? നിങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ കേട്ടോ. ഞാൻ ഓർക്കുമായിരുന്നു കത്തോലിക്ക സഭയിൽ ഇത്ര നല്ല പിള്ളേരെ കാണാനില്ല ഇപ്പോൾ. ശരിക്കും നിങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ. എനിക്ക് അവിടെ നിന്ന് കൊതി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്ത് നല്ല കുഞ്ഞുങ്ങൾ. എന്താ പിതാവേ, എന്താ പിതാ ലൈവ് പോകുന്ന ഇങ്ങനൊന്നും വിളിച്ച് പറഞ്ഞേക്കരുതെന്നല്ലേ? ശരിക്കും ഇത് ഉള്ള കാര്യമാണ്. ഇത്രയും അച്ചടക്കത്തോടെ ഇത്രയും നേരം എൻ്റെ അത്ഭുതം എന്നറിയാവോ? ഇത്രയും നേരം നിങ്ങൾ കേട്ടോ കേട്ടില്ലോ എന്നതിനേക്കാൾ ഉപരി എൻ്റെ അത്ഭുതം നിങ്ങൾ എങ്ങനെ ഇത്ര നേരം മിണ്ടാതിരുന്നെന്നുള്ളതാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇത്ര നേരം മിണ്ടാതിരുന്നു, വലിയ കാര്യമാണ്. ഇനി ഞാനൊരു കാര്യം നോക്കട്ടെ. നിങ്ങൾ ഈ പറയുന്നത് കേട്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പോവാണ്. എനിക്ക് ഈ ക്വിസിൻ്റെ ഒബ്സഷനുള്ള ആളാണ് ഞാൻ. ഈ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ഭയങ്കര ചോദ്യം ചോദിക്കും. എൻ്റെ OCD ആണ് ഈ ചോദ്യം ചോദിക്കൽ. ഭയങ്കര ചോദ്യം ചോദിക്കലിൻ്റെ ആളാണ്. റെഡിയാണോ? യെസ് ഓർ നോ? പിതാവ് കാണിച്ച കണക്ക് തംസപ്പ് പറഞ്ഞിട്ടൊന്ന് യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ തംസപ്പ് ഒന്ന് കാണട്ടെ. യെസ് ഓർ നോ? അയ്യോ, തംസ് ഒന്നും വന്നില്ല അങ്ങോട്ട്, ഫ്രണ്ടിൽ നിന്ന് മാത്രമേ വന്നുള്ളൂ. നോക്കാം. ശരി ഉത്തരം പറയുന്നവർക്ക് ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ്, ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, ചാടി എഴുന്നേക്കണം. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളെ പുണ്യപ്പെട്ടവരാക്കുന്നതിന് മുമ്പ് ഈ കാലത്ത് നിങ്ങളെ സ്മാർട്ടാക്കാനുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് സ്മാർട്ടാകണം. ഇങ്ങനെ ഈ പിതാവ് ഇടയ്ക്ക് പറഞ്ഞില്ലേ, രാവിലെ പഴങ്കഞ്ഞിയാണോ കുടിച്ചതെന്നൊക്കെ ചോദിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞി കുടിച്ചവർക്ക് ഇതിനേക്കാൾ ആരോഗ്യം ഉണ്ടായിരുന്നു. പഴയ തലമുറ പഴങ്കഞ്ഞി കുടിച്ചിട്ട് നല്ല ആരോഗ്യത്തോടെയൊക്കെയാണ് അവർ ജീവിച്ചത്. നമുക്ക് നോക്കാം. ചാടി എഴുന്നേക്കണം. പിന്നെന്ത് ചെയ്യണം? ഉറക്കെ ഉത്തരം വിളിച്ച് പറയണം. എന്താണ് നമ്മുടെ റൂൾ? എങ്ങനെയാണ്? ചാടി എഴുന്നേക്കണം. പറഞ്ഞ റൂള് പറയാതെയും. എന്താണ് റൂള്? ചാടി എഴുന്നേക്കണം, പിന്നെ ഉറക്കെ ഉത്തരം പറയണം. ഇനി ഉത്തരം തെറ്റാണെങ്കിൽ ഡോണ്ട് വറി. ഉത്തരം തെറ്റാനുള്ള അനുവാദം തരുന്നുണ്ട് നിങ്ങൾക്ക്. ഉത്തരം തെറ്റിപ്പോകാനുള്ള അനുവാദം നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു മോട്ടോയാണ് ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ്. തെറ്റുവരാൻ നിങ്ങളെ അനുവദിച്ചേക്ക്. തെറ്റിപ്പോട്ടെ. ഒരു സ്യൂഡോ പെർഫെക്ഷനിസം എന്ന് പറയും. ഞാൻ ശരി മാത്രമേ പറയൂ, ഏറ്റവും കറക്റ്റ് ഉത്തരം മാത്രമേ പറയൂ എന്നൊരു പിടിവാശിയൊന്നും വേണ്ട. ചിലപ്പോൾ തെറ്റിപ്പോവും, ഞാൻ മനുഷ്യനാണ്, ഇത്രയൊക്കെ ഉള്ളൂ, ചിലപ്പോൾ തെറ്റിപ്പോവും എന്നങ്ങ് വിചാരിച്ചേ. ചാടി എഴുന്നേക്ക് ഉത്തരം പറയും. റെഡിയാണോ? ഓക്കെ. ആദ്യത്തെ ചോദ്യം നോക്കട്ടെ. ഏത് ഇടവകക്കാരാണ് ഉത്തരം പറയുന്നത് നോക്കട്ടെ കേട്ടോ. ശരി ഉത്തരം പറയുന്നവർക്കൊക്കെ പിതാവ് സമ്മാനം തരുന്നതായിരിക്കും. പിതാവ് തന്നില്ലെങ്കിൽ പിതാവ് അച്ഛന്മാരെ ഏൽപ്പിച്ചോളും. ബിനോച്ചൻ തരും, വികാരി അച്ഛൻ സമ്മാനം തരും. റെഡിയാണോ? യെസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേത് പ്രായക്കാരും കേട്ടോ, ഏത് പ്രായക്കാരും ചാടി എഴുന്നേറ്റോണം. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ പേരെന്താണ്? എന്താണ്? മണിമലയാറ്. മതി നോക്കട്ടെ. ഏത് എല്ലാവരും ഒരുമിച്ചൊക്കെ വരുമ്പോൾ നല്ല കാര്യം. നിങ്ങൾ ചെയ്യണം. അറിയാവോ? ഇപ്പം എനിക്ക് മാത്രം ഡു യുവർ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ എല്ലാത്തിനും ചാടി എഴുന്നേറ്റോണം. ചിലതിനൊരു സമയം വരും, നമുക്ക് ആരുമില്ല, ഒരാൾ മാത്രം, അയാളായിരിക്കും റിയൽ വിന്നർ. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് എല്ലാവരും ഇല്ല, ഒരാൾ മാത്രം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കും അങ്ങോട്ട്. അല്ലെങ്കിൽ ആദ്യം എഴുന്നേറ്റ് പറയുന്നവർ. അടുത്ത ചോദ്യം. ഈ പ്രദേശമൊക്കെ ഒരു മഹാരാജാവിൻ്റെ കീഴിലായിരുന്നു. ഏത് മഹാരാജാവിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അമ്മിടുക്കി. ആ കൊച്ചാണ് അവിടുന്ന് ഉത്തരം പറഞ്ഞത്. മോളുടെ ഇടവക ഏതാടി? ഇത് ഈ ഇടവകയാണോ? ആണോ? കൊള്ളാം. ഒരു നല്ല കൈഡി കൊടുത്തേ ഇടവകയ്ക്ക്. യെസ്, നല്ല കാര്യം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടവകയ്ക്ക് തന്നെ നല്ല പേരുണ്ടാക്കുന്നത്. നമുക്കോ നമ്മുടെ വീടിനോ മാത്രമല്ല, സമൂഹത്തിന് നല്ലതാകുന്ന ഇങ്ങനെയാണ്. നോക്കിക്കേ, ആ കൊച്ചിനെ ഓർത്ത് ഈ ഇടവക ഇപ്പോൾ അഭിമാനിക്കും. മോളുടെ പേരോ ഏഞ്ചൽ. ആ മോക്ക് സന്തോഷമാണ് കേട്ടോ. മോള് കാരണം ഇപ്പോഴത്തെ ഈ ഇടവക അഭിമാനിക്കുകയാണ്. ഇടവകയുടെ മകളല്ലേ? കല്ലുപ്പാറ സെന്റ് മേരീസ് ഇടവകയുടെ മകളല്ലേ? ഒന്നുകൂടെ കൈഡി കൊടുക്കുക കൊച്ചിന്. നല്ല കാര്യം. ഏത് രാജാവിൻ്റെ കീഴിലായിരുന്നാ പറഞ്ഞത്? ഇടപ്പള്ളി മഹാരാജാന്റെ കീഴിലായിരുന്നു പറഞ്ഞു. എന്നിട്ടൊരു കാര്യം കൂടെ വിനോദം പറഞ്ഞു. ഈ പുഴയുടെ അപ്പുറത്ത് ഇടപ്പള്ളി മഹാരാജാവിൻ്റെ എന്തോ ഒന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്താണെന്ന് ആർക്ക് പറയാം? വേഗം. അവിടെ ആൺപിള്ളേർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം ഈ കാലത്ത്. കാരണം ഈ പെൺപിള്ളേർ ഭയങ്കര സ്മാർട്ടായിട്ട് വരികയാണ്. പെൺപിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾക്ക് കൂടെ സ്പേസ് കൊടുക്കണം. പറയടാ. മിടുക്കൻ. അതിൻ്റെ ഇംഗ്ലീഷും കൂടെ പറയാവിടെ. ഇംഗ്ലീഷ് പറഞ്ഞില്ല അച്ഛൻ, നിനക്ക് അറിയാമെന്ന് നോക്കട്ടെ ഇംഗ്ലീഷ്. അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? നീ ചുമ്മാ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കേ അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എന്ന്. നമ്മൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ കാണും മാർപ്പാപ്പയുടെ ഇത്, അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ട് രാജ്ഞിയുടെ ഇന്ന സ്ഥലം. എന്താ മോനെ? സമ്മർ പാലസ് കേട്ടിട്ടില്ലേ? ആ വാക്ക് കേട്ടില്ലേ? കറക്റ്റ്. വേനൽക്കാല വസതി. മിടുക്കൻ. നിന്റെ പേരെന്താ?
ആ അലൻ അലൻ അലൻ്റെ ഇടവക ഏതാ? ആ മിടുക്കൻ കണ്ടോ, വേറൊരു ഇടവകയിൽ നിന്ന് വന്ന് ഇവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന കണ്ടോ. വേറൊരു ഇടവക്കാരൻ വേറൊരു ഇടവകയുടെ മുറ്റത്ത് വന്ന് ഷൈൻ ചെയ്യാണ്. മോൻ്റെ ഇടവക ഒന്നുകൂടെ പറയാം, ഇടവക കേട്ടില്ല, ഇടവക ഞാൻ വിളിച്ച് പറയട്ടെ. പാലിയേക്കര. പാലിയേക്കര വലിയ പള്ളിയല്ലേ, പഴമയുള്ള പള്ളിയല്ലേ പാലിയേക്കര പള്ളി. അപ്പോൾ പാലിയേക്കര ഇടവക നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. ഒരു കൈയടി കൊടുക്കുക, അലനൊരു നല്ല കൈയടി കൊടുക്കുക. യെസ്. അടുത്തത് അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഇത് ഏത് നൂറ്റാണ്ടിൽ പണിയപ്പെട്ടതാണെന്ന് പറഞ്ഞായിരുന്നു. ഏത് നൂറ്റാണ്ടിലാ? അറിയാവുന്നവരൊക്കെ. അപ്പം അത്രയും പേർക്ക് അറിയാമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. പറഞ്ഞു എന്തോ ഏത് നൂറ്റാണ്ടിലാ? 12-ാം നൂറ്റാണ്ടിൽ. യെസ് യെസ്. പിതാവ് മിടുക്കര്. അപ്പോൾ കുറേ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇടവക ചോദിക്കാൻ നേരമില്ല കേട്ടോ. ഒരാൾ മാത്രം എക്സൽ ചെയ്യുമ്പോഴാണ് ഇടവകയ്ക്ക് ഇത് കിട്ടുന്നത്. പിതാവ് പറഞ്ഞ പ്രസംഗത്തിൽ ഒരു ബീഹാറുകാരൻ കരിക്ക് വെട്ടി പഠിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവൻ്റെ പേരെന്താ? അപ്പോൾ എനിക്ക് പിന്നെ നിങ്ങളോട് അസൂയ വരിക കേട്ടോ. പിതാവിനോടും ഇവിടുത്തെ അച്ഛന്മാരോടും നിങ്ങളോടും ഒക്കെ അസൂയ വരുവാണ്. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ അല്ലേ, ഇതിപ്പോൾ ഒരു സന്തോഷം അറിയാവോ? പറഞ്ഞ ബിനോജിന് സന്തോഷമായി, പ്രസംഗിച്ച പിതാവിന് സന്തോഷമായി. ഒരെണ്ണം കൂടെ അടുത്തത് ഇവിടെ വന്ന് പറയണം. കാരണം നമ്മൾ സാധാരണ പറയും ഗ്രാബ് ദ സ്റ്റേജ് ആൻഡ് പുട്ട് ദ സ്റ്റേജ് ഓൺ ഫയർ. അതായത് ഈ വേദിയെ കീഴടക്കി വേദിക്ക് അഗ്നി ഇടുക എന്ന് പറയും. കാരണം അങ്ങനെയാണ് നമ്മൾ ഷൈൻ ചെയ്യേണ്ടത്. ഈ കാലത്ത് നമ്മൾ ഈ ഞാൻ വർഗീയത വിഭാഗീയത പറയുകയല്ല, നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹം ഇനി അങ്ങനെ മുന്നോട്ടിറങ്ങണം. പറ്റുന്നതെന്നറിയാമോ മക്കളെ? നമ്മളൊക്കെ നമ്മുടെ ഒരു ഷെല്ലിനകത്ത് കൂടിയിരിക്കുക കുറേ കാലമായിട്ട്. നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ബ്രേക്ക് ഇറ്റ്. ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ നിങ്ങൾക്ക് നല്ല നാണം വരും. എഴുന്നേക്ക്, ഓടി ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ച് ഷൗട്ട് ചെയ്യേ. അങ്ങനെ പറയാൻ പറ്റുന്നതായിരുന്നു. നോക്കട്ടെ, പിതാവ് പ്രസംഗം തുടങ്ങിയപ്പോൾ ലൈഫിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ആ ഡെഫിനിഷൻ ഫുള്ളായിട്ട്, അതിൻ്റെ 2 ഡയമെൻഷനും ഫുള്ളായിട്ട് ഇവിടെ വന്ന് മൈക്കിലൂടെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഓടി വാ. ആ അലൻ 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 നീ വാ. മിടുക്കി കൊച്ച്, എൻ്റെ കുഞ്ഞേ വാ, ഓടി വാ. മോൾ ഏത് ക്ലാസ്സിലാണ്? ഇങ്ങോട്ട് കയറി നിൽക്കും, നിന്നെ 4 പേര് കാണട്ടെ. സ്റ്റെപ്പിലോട്ട് കയറി നിൽക്ക്. ആ കൊച്ച് പറഞ്ഞാലും പറഞ്ഞില്ലേലും സാരില്ല, നല്ല കൈഡി കൊടുത്തു. അവൾ ഈ പ്രായത്തിൽ ഓടി വന്നല്ലോ. നമുക്ക് ആഗ്രഹിക്കണം നമ്മുടെ ഭാവിയിലെ ഒരു കളക്ടറൊക്കെയാണ് ഈ നിൽക്കുന്നതെന്ന് അങ്ങ് വിചാരിക്കണം. ഇത്രയും മിടുക്കിയായിട്ട് അവൾ ഈ പ്രായത്തിൽ, അവൾക്ക് നല്ല ഓർമ്മയുടെ ഭാഗം കൂടിയാണത്. മോളുടെ പേര് പറഞ്ഞേ. ആഡ്ലിൻ. മോളുടെ ഇടവക ഏതാ? ചെങ്ങരൂർ ഇടവകയാണ്. ചെങ്ങരൂർ ഇടവക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ചെങ്ങരൂർ ഇടവക്കാർ. ആ നല്ലൊരു കൈഡി എല്ലാവരും കൂടെ കൊടുത്ത്. ചെങ്ങരൂർ ഇടവകയ്ക്കും അവിടുന്ന് വന്ന ആഡ്ലിനും നല്ലൊരു കൈഡി കൊടുക്കുക. പറ മോളെ, എന്താണ് ലൈഫിന്റെ ഡെഫിനിഷൻ? ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മിടുക്കി. അതിന്റെ ബാക്കി പിതാവ് ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നു. How will we use it? Is the gift to the God. മിടുക്കി. നല്ലൊരു കൈയടി കൊടുക്കുക. മോൾ എത്രാം ക്ലാസ്സിലാ? 4. ആ പൂവുണ്ട്. പിതാവ് ഒരു പൂ കൊടുക്കുക പിതാവെ കൊച്ചിന്. അവക്കൊരു ഫോട്ടോയും ആവുമല്ലോ. ആണോ? ജീൻ അങ്ങനെയാണല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വരത്തുള്ളൂ. യെസ്. മിടുക്കി. നല്ല കാര്യം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഓടി ഇനി ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ റിവിഷൻ സെഷൻ നടത്തി. ഞാൻ അസസ് ചെയ്തതാ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഓഡിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. പാത്രം അറിഞ്ഞിട്ട് വേണ്ടേ വിളമ്പാൻ. നല്ല കുഞ്ഞുങ്ങളാണോ, ചെവിയുണ്ടോ, തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമ്മൾ പറയേണ്ട കാര്യം തീരുമാനിക്കാൻ. അപ്പോൾ എനിക്കിപ്പോൾ നല്ല പ്രതീക്ഷയായി. റെഡിയാണോ? ഇന്നത്തെ ക്ലാസ് എത്ര നേരം വേണം? എന്നോട് അച്ഛൻ പറഞ്ഞത് 1 മണിക്കൂർ ക്ലാസ് എടുക്കാനാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് നല്ല സന്തോഷ വാർത്ത പറയാം. അതിനു മുമ്പ് ഞാൻ നിർത്താം. സന്തോഷമായില്ലേ? അപ്പോൾ ഒരു സന്തോഷം തോന്നില്ല? അതിന് മുമ്പേ നിർത്താമെന്ന് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ? നമ്മുടെ ടെൻഷൻ ഇത് എപ്പോൾ തീരുമെന്നുള്ളതല്ലേ. അപ്പോൾ അതിന് മുമ്പേ നിർത്തും. 1 മണിക്കൂറിന് മുമ്പേ ഈ ക്ലാസ് നിർത്തും. ഈ ക്ലാസ്സിൻ്റെ ഫുൾ ഒറ്റ സെൻറ്റൻസ് ഒരു കാര്യം പറയാം. ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ ഈ ക്ലാസ്. ഒറ്റ സെൻറ്റൻസ്. ആ സെൻറ്റൻസ് എല്ലാവരും പഠിച്ചിരിക്കണം. എന്താണെന്നറിയാമോ? ആദ്യം എന്നെ ഒന്ന് കാണണം. പറഞ്ഞേ, ആദ്യം എന്നെ ഒന്ന് കാണണം. പറ, എന്താണ് സംഭവം? പറ. ആദ്യം എന്നെ ഒന്ന് കാണണം. ഒന്നുകൂടെ പറഞ്ഞേ. നല്ല ഇത്രയും സ്ഥലമല്ല പിതാവ് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ. ആദ്യം എന്നെ ഒന്ന് കാണണം. അതായത് ആദ്യം ഞാൻ, അതും കൂടെ ചേർത്തു. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. പറഞ്ഞേ, ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. പറ അടുത്തത്. പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. അത്രയും പഠിച്ചോ? നോക്കട്ടെ, റിവിഷൻ. പറ, നോക്ക്. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. അടുത്തത്, പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. എന്നിട്ട് എന്നെ ഒന്ന് വെടിപ്പാക്കണം. കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഇപ്പം മൂന്ന് കഷ്ണമുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് 3 പീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതിനകത്ത് 3 കഷ്ണമായിട്ട് നമ്മൾ വെച്ചിരിക്കുക. 3 പീസ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ.
ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. കിട്ടിയോ? ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. അടുത്തത്, പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. മിശിഹായെ ഒന്ന് നോക്കണം. എന്നിട്ട് ബാക്കി, എന്നിട്ട് എന്നെ ഒന്ന് വെടിപ്പാക്കണം. എന്നിട്ട് എന്നെ ഒന്ന് വെടിപ്പാക്കണം. കിട്ടിയോ? അല്ലെങ്കിൽ ചലഞ്ച് എന്നറിയാമോ? ജീവിതത്തിൽ ഇന്ന് വരെ, സത്യസന്ധമായിട്ട് ഇത് ചെയ്യാവുള്ളേ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ക്ലാസ്സിലോ ഒരു സെമിനാറിലോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലോ സ്വന്തം ഇഷ്ടത്തിൽ ഇന്നേ വരെ എഴുന്നേറ്റ് നിന്നിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ടീച്ചർമാർ പിടിച്ച് പൊക്കുമ്പോൾ മാത്രം ടീച്ചർമാരെ ശപിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നവരില്ലേ? ടീച്ചർ പനി പിടിച്ച് കിടപ്പിലാകണേ കർത്താവേ എന്നും പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്നത് അല്ലേ? നമ്മൾ പിന്നെ പിറ്റേ ദിവസം തിരികെ എത്തിക്കുന്നത് ടീച്ചറിന് വയ്യാതാകണേ എന്ന് പറഞ്ഞാണ് തിരികെ എത്തിക്കുന്നത്. അപ്പം അങ്ങനെ ടീച്ചർമാരെ ശപിച്ചല്ലാതെ സ്വന്തം ചില കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. സ്മാർട്ടാണ് അവർ, ദേ ആർ ഓൾറെഡി സ്മാർട്ടാണ്. ചോദ്യം ചോദിച്ചാൽ ഉടനെ ചില പഠിപ്പിസ്റ്റുകളൊക്കെ ക്ലാസ്സിലില്ലേ, എന്ത് ചോദിച്ചാലും മിസ്. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ മോന്ത പിടിച്ച് ഭിത്തി ഉരയ്ക്കാൻ തോന്നും. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ, എപ്പോഴും ഇത് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ദേഷ്യം വരും അങ്ങനെയുള്ളവന്മാരെ. അങ്ങനെ ചില സ്മാർട്ട് ടീമുണ്ട്, അവർ വളർന്നോളും. നമുക്ക് വേണ്ടത് എല്ലാവരും വളരണം. മിടുക്കന്മാർ പിന്നെയും മിടുക്കരാകുന്നതല്ല ക്രിസ്തീയത, എല്ലാവരും മിടുക്കരാകുന്നതാണ് ക്രിസ്തീയത. അപ്പോൾ എൻ്റെ ചലഞ്ച് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി എഴുന്നേക്കുന്നത് ഇങ്ങനെയുള്ളവർക്കാണ് ചാൻസ്. ഈ ചോദ്യത്തിൻ്റെ ഇതുവരെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടത്തിൽ എഴുന്നേറ്റിട്ടില്ല, അതിനുള്ള കോൺഫിഡൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നെന്തോ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, ഐ വിൽ ഗിവ് എ ട്രൈ എന്ന് തോന്നുന്നു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, തെറ്റിപ്പോയാലും സാരമില്ല, എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ജയിച്ചല്ലോ. ഇതുവരെ എഴുന്നേക്കാത്ത ആൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജയിച്ചല്ലോ, പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഐ വാസ് റാദർ ഷൈ ബട്ട് ടുഡേ ഐ ഹാവ് ഡിസൈഡഡ് ടു ഗിവ് എ ട്രൈ എന്ന് പറയുന്ന, അങ്ങനെ എഴുന്നേക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും എഴുന്നേറ്റിട്ട് ഈ 3 സെൻറ്റൻസ് ഇവിടെ വന്ന് മൈക്കിൽ കൂടെ പറയാൻ പറ്റും നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ അവർക്കും ഒരു ഗോൾഡൻ ചാൻസ് ആണ്. പിതാവിൻ്റെ ഒരു പൂ, പിതാവിനോടൊപ്പം ഒരു ഫോട്ടോ, അതാണ് സ്പെഷ്യൽ ഗിഫ്റ്റ്. അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇത്ര 500 പിള്ളേർ വന്നതിൽ മോനെ ഇതുവരെ നീ അങ്ങനെ എഴുന്നേറ്റിട്ടില്ല ജീവിതത്തിൽ? ഇല്ല. നീ അല്പം നാണിച്ച് നിൽക്കുന്ന ആളാണോ? പതുങ്ങിയിരിക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ആണ്. മിടുക്കൻ. ഓടിവാ കൈയടി കൊടുക്കുക, അവന് ഒരു നല്ലൊരു കൈയടി കൊടുക്കുക. യെസ്, ഓടിവാ, നല്ല കാര്യം. അപ്പം നിങ്ങൾ ഈ ക്ലാസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുക്കണം. ഒരു തവണയെങ്കിലും എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നങ്ങ് തീരുമാനം എടുത്തേക്കണം. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇങ്ങനെ കയറി വരട്ടെ, ഓരോ കുഞ്ഞുങ്ങളും മെല്ലെ എഴുന്നേറ്റിട്ട് വരട്ടെ. പറ, മോൻ്റെ പേര് അബിയാൻ്റെ പേരാരായിട്ട്? അബിയാമിന് അമ്മയെ നല്ല പേരായിട്ടിരിക്കുന്നത് കേട്ടോ. അവരോട് പോയി താങ്ക്സ് പറയണം. എപ്പോഴെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ അപ്പനോടോ അമ്മയോടോ? ഈ പേരിട്ടതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നല്ല പേര്, അബിയാം എന്നുള്ള പേര് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കേൾക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പേര് തപ്പിയെടുത്തിടാൻ അവരെടുത്ത എഫേർട്ട് ഇല്ലേ? അപ്പോൾ പേരൻസിന് താങ്ക്സ് പറയണം, അബിയാം എന്നുള്ള പേരിന്. എന്നീ പറഞ്ഞു. മോൻ്റെ ഇടവക ആഞ്ഞിലിത്താന ഇടവകയ്ക്കും അബിയാമിനും ഒരു കയ്യടി കൊടുക്കുക. ആഞ്ഞിലിത്താന ഇടവകയ്ക്കും അബിയാമിനും കയ്യടി. ഇനി പറ, അബിയാം പറ. ആദ്യം ഞാൻ എന്നെ ഒന്ന് നോക്കണം, എന്നെ ഒന്ന് കാണണം. പിന്നെ മശിഹായെ ഒന്ന് നോക്കണം. എന്നിട്ട് എന്നെ വെടിപ്പാക്കണം. എന്നിട്ട് ഞാൻ എന്നെ ഒന്ന് വെടിപ്പാക്കണം. മിടുക്കൻ. അവനൊരു വിറയ്ക്കലൊക്കെ ഉണ്ട്, പക്ഷെ അവൻ നിന്നല്ലോ, ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഈ കൈയടി പോരാ, നിങ്ങൾ കൈ പൊക്കിയൊന്ന് അടിച്ചേ. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ ഒരു കൈയടി കിട്ടുന്നത്. ഇത് നീ കാണണം, ഇനി നീ ഇങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പൂവും കൂടെ കൊടുക്കാവോ? യെസ്. അപ്പം നമ്മൾ ആദ്യത്തെ സെഷനിലേക്ക് കയറുകയാണ്. ആദ്യ സെഷൻ എന്താണെന്നാ പറഞ്ഞത്? ആദ്യത്തെ സെഗ്മെന്റ് എന്താ? ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചില ലെറ്റേഴ്സ് പറയും, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ചില ലെറ്റേഴ്സ് പറയും. ആ ലെറ്ററിൽ പേര് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ ഓർത്തേക്കണം, നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ലെറ്ററാണ് ഞാൻ പറയുന്നതെങ്കിൽ യെറ്റ് അനദർ ഓപ്പർച്യൂണിറ്റി ഈസ് ഓപ്പൺ ഫോർ യു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസാണ്. ഇത്രയും ലെറ്റേഴ്സിൽ ഞാൻ ഒരെണ്ണേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കുള്ള പുഷാണ് തരുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് പറയണമെന്ന് അറിയാമോ? ഞാൻ എന്നെ ഒന്ന് കാണണം. എന്താണെന്ന് വെച്ചാൽ, ഈ കാലത്ത് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പില്ലേ, നിങ്ങളുടെ തലമുറയുടെ പ്രത്യേകതകൾ നിങ്ങൾ ആദ്യം പറ. ശരിക്കും നമ്മൾ ആദ്യം അവിടുന്ന് തുടങ്ങണം. നമ്മളിപ്പോൾ എന്താണ്, അതിനകത്ത് നിങ്ങളുടെ സന്തോഷങ്ങൾ പറയാം, നിങ്ങൾ കടന്നു പോകുന്ന സങ്കടങ്ങൾ പറയാം, നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പറയാം, നമ്മുടെ കുറവുകൾ പറയാം. ഇത് പറയുമ്പോൾ നിങ്ങളാരും ഓർത്തേക്കരുത് നിങ്ങളുടെ സ്വന്തം കുറവാണ് പറയുന്നതെന്നല്ല, പൊതുവായിട്ട് ജനറലൈസ് ചെയ്യുക. വന്നിരിക്കുന്ന ഒരാൾ എല്ലാവരുടെയും പ്രതിനിധിയാണ്, ഓരോ തവണയും വരുന്നവർ.
അപ്പം അങ്ങനെ നിങ്ങൾ ആദ്യം ചിന്തിച്ച് നോക്കിയേ, എന്താണ് ഞങ്ങളുടെ കാലത്തെ ഇപ്പോഴത്തെ ഈ തലമുറയുടെ പ്രത്യേകതകൾ. കാരണം ഞങ്ങൾ നോക്കിയാലും ഞങ്ങൾ ഇവിടുന്നല്ലേ നിങ്ങളെ നോക്കുന്നത്, ഞങ്ങൾ ഇവിടുന്നല്ലേ നോക്കുന്നത്, നിങ്ങൾക്കല്ലേ ഇങ്ങനെ നോക്കാൻ പറ്റൂ. ഞങ്ങൾ ഒരിക്കലും അതിൻ്റെ ഭാഗമല്ലല്ലോ, ആ ജനറേഷൻ്റെ ഭാഗമല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കേ, നിങ്ങളുടെ മുമ്പിലോട്ടൊരു കണ്ണാടി കൊണ്ട് വെച്ചേ, ഒരു ദർപ്പണം കൊണ്ട് വെച്ചേ, എന്താണ് നിങ്ങളുടെ ഈ പ്രായത്തിലെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, സങ്കടമായിട്ട് തോന്നുന്നത്, ചലഞ്ചസ്, പ്രശ്നങ്ങൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യം ഒന്ന് ബ്രെയിൻ സ്റ്റോമിങ് നടത്തിക്കുക, ചിന്തിച്ചേ, ചിന്തിച്ച് ഒരു ഐഡിയ എങ്കിലും എല്ലാവരുടെ കയ്യിലും വരട്ടെ. ഒരു നല്ലതോ ഒരു മോശമോ, ഒരു നല്ലതും ഒരു മോശവും പറയാൻ. എ പ്ലസ് പോയിന്റ്, എ നെഗറ്റീവ് പോയിന്റ്, രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേ. കയ്യിലൊരു ഒരു വെടിക്കുള്ള മരുന്ന് കൈ സ്റ്റോക്ക് ചെയ്തേ. റെഡിയാണോ? ആർ യു റെഡി? അഗൈൻ, ആർ യു റെഡി? അയ്യോ, ആ യെസ് പോരാ. തംസ് അപ്പ് ആൻഡ് സേ ലൗഡ് യെസ്. ആർ യു റെഡി? ആർ യു റെഡി? ഈ ഭാഗത്താണല്ലോ നല്ലോണം സ്വരം വരുന്നത്, ഈ ഭാഗത്താണ്. ഈ ഭാഗം വീക്ക് ആകാൻ പാടില്ല. സാധാരണ പെൺകുട്ടികളുടെ ഭാഗമാണ് ഈ കൊയർ ഇരിക്കുന്നുണ്ടോ അല്ലേ, കൊയറിന്റെ നാദമാണ് ആ കേട്ടത്. ഒന്നുകൂടെ, ആർ യു റെഡി? ആ, ഇപ്പൊ പക്ക യെസ് ആയി, ഇപ്പൊ പക്ക യെസ് ആയി. തുടങ്ങാം. ലെറ്റർ വിളിച്ച് പറയട്ടെ. എൻ്റെയും ഈശോയുടെയും ഒക്കെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലെറ്ററിലാണ്. എനിക്കങ്ങനെ അതിൻ്റെ വലിയ ഭാവമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ സന്തോഷമുണ്ട്. ആ ലെറ്ററാണ് ജെ. ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ് ചാൻസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരാം. ബോയ് ഓർ ഗേൾ. ആ, മോൾ ആദ്യം കൈ പൊക്കിയത്, ഓടിയോ. ആ, മിടുക്കന്മാർ ഇത്രയും പേരെ ചാടി എഴുന്നേക്കുന്നുള്ളൂ, നല്ല കാര്യം കേട്ടോ. ചാൻസ് തരാം. ജയക്കാർക്കൊക്കെ ചാൻസ് തരാം. ഓരോ ലെറ്ററിലും 2-3 പേർക്ക് ചാൻസ് തരും. മോളുടെ പേരെന്താ? ഒരു മൈക്കും കൂടെ എനിക്ക് ഇവിടെ തരാവോ? ഒരു മൈക്കും കൂടെ ഇവിടെ തരാമെങ്കിൽ ഈ വരുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് പിടിച്ചു കൊടുക്കാൻ. ആ, ജിയയുടെ ഇടവക ഏതാ? സെന്റ് സ്റ്റീഫൻസ് പനയമ്പാല. പനയമ്പാലയാണോ? പനയമ്പാല, സെയിന്റ് സ്റ്റീഫൻസ് പനയമ്പാല. ആ, പറഞ്ഞോ, മോള് പറഞ്ഞു. ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകത കൊച്ചു പറയാൻ പോവാണ്. ജിയ, പനയമ്പാലയ്ക്കും ജിയയ്ക്കും കൈയടി കൊടുക്കുക. വരുന്ന പാടെ കൈയടി കൊടുത്തേക്കണം, പ്രോത്സാഹനം കൊടുക്കണം. യെസ്. ആ, പുതിയ ജനറേഷൻ നല്ല ടാലൻസ് ഒക്കെ അടുപ്പിച്ചു പിടിച്ചോ മോളെ. പുതിയ ജനറേഷൻസ് നല്ല ടാലൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ടാലൻസ് ഉള്ള ജനറേഷൻ അല്ലേ. ഞങ്ങളുടെയൊക്കെ തലമുറ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെക്കാളിലും കഴിവ് കൂടുതൽ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ നോക്കുമ്പോൾ പൊട്ടന്മാരായിട്ട് തോന്നുന്നുണ്ടോ? അല്ലേ? ഓൾഡ് ജനറേഷൻ. നിങ്ങൾക്കൊന്നും വലിയ കഴിവില്ല, ഞങ്ങൾക്ക് പുതിയ കഴിവുകൾ ഡിസ്കവർ ചെയ്ത് മിടുക്കി. നല്ല ചിന്തയാണ് അത്. കുറെ കൂടെ ഞങ്ങളെക്കാൾ സ്കിൽഫുൾ ആണ്, കഴിവുണ്ട് നിങ്ങൾക്ക്. പിന്നെ അടുത്തത് എന്തെങ്കിലും കുറവും കൂടെ പറയാനുണ്ടോ? ഇല്ല, കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് യാതൊരു അഡിക്ഷൻസ് കൂടുതലാണ് അല്ലേ. 1-2 ഉദാഹരണം പറഞ്ഞ മോളെ അഡിക്ഷൻസിന്റെ. ഡ്രഗ്സോ? ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ. നീ ഒരു പണ്ഡിതയായിരുന്നല്ലോ ജിയ. എന്ത് ആധികാരികമായിട്ടാണ്. വീണ്ടും ജിയയ്ക്ക് ഒരു കൈയടി കൊടുക്കുക, മിടുക്കി. അവള് പറഞ്ഞ രണ്ടും നല്ല പ്രോപ്പർ സെൻസിലാണ്. ഒന്ന് പറഞ്ഞത് ഈ കാലത്ത് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളും അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ ഒരു സാധനം വായിച്ചെടുക്കാൻ എന്തോരം സമയം എടുക്കുമായിരുന്നു അറിയാവോ? നിങ്ങളൊക്കെ എന്തിനെ കൊച്ചുമക്കളാന്ന് തോന്നുന്നു. മറ്റേ ചിട്ടി റോബോ കണക്കാ. പെട്ടെന്നാണ് നിങ്ങൾക്കൊരു സാധനം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ തലയിൽ ചില രജിസ്റ്റർ ചെയ്യുന്നത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ ഒരു സാധനം കണ്ടാൽ പെട്ടെന്ന് തലയിൽ കയറുകയാണ്. ഞങ്ങളുടെ അത്ര എഫേർട്ടൊന്നും എടുക്കേണ്ട, അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്നാൽ പഠിക്കാൻ പറയുന്ന സാധനം പഠിക്കത്തില്ലെന്നേ ഉള്ളൂ അല്ലേ. പഠിക്കാൻ പറയുന്ന സാധനം പഠിക്കത്തില്ല, അല്ലാത്തതൊക്കെ പെട്ടെന്ന് നമുക്ക് ഭയങ്കര സ്കിൽഫുള്ളാണ്, ടാലൻറ്റഡ് ആണ്. അപ്പോൾ ജിയയ്ക്ക് വീണ്ടും ഒരു കയ്യടി. കൊള്ളാം, മിടുക്കിയായിട്ട് പറഞ്ഞു ജിയ മിടുക്കി. അടുത്തയാൾ ആമ്പിള്ളാരിൽ നിന്നൊരു ജയ ഓടിവാ. മിടുക്കൻ. മുതിർന്ന കുട്ടികൾ വരുമ്പോൾ കൂടുതൽ സന്തോഷം കേട്ടോ. മോൻ എത്രാം ക്ലാസ്സിലാണ്ടാ? 9th 10th 9th. 9th തൊട്ട് മേളിലോട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ കയ്യടിയുണ്ട്. കാരണം വെച്ചാൽ 9th കഴിയുന്നതോടുകൂടി നമുക്ക് അനാവശ്യമായൊരു നാണം കയറും അല്ലേടാ. ഒരു ചമ്മലും നാണമൊക്കെ വരേണ്ട പ്രായമാണ് 9th. അതുവരെ നമ്മൾ എടുത്തിട്ട 4 കാലേ വീഴുവേ. നമ്മളെല്ലാത്തിനും ഓടി നിൽക്കും. ഒരു 9 ഒക്കെ കഴിയുമ്പോൾ നോക്കിക്കേ, ചെറിയൊരു മീശയൊക്കെ വന്ന കണ്ടോ. അപ്പോൾ ഒരു 9 ഒക്കെ കഴിയുമ്പോൾ ചെറിയൊരു മീശയൊക്കെ വരുന്നതോട് ഞാനൊരു പുരുഷനാണെന്ന് തോന്നൽ വരും. അതോടുകൂടി പിന്നെ നമ്മളൊന്ന് ഹൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിന്നെ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച്. നീ ആ ഇൻഹിബിഷനെ ബ്രേക്ക് ചെയ്തു. യു ഹാവ് കം ഔട്ട് ഓഫ് ദാറ്റ് ഷെൽ. അത് വലിയ കാര്യമാണ്. മിടുക്കൻ. അതിനൊരു കൈയടി കൊടുത്തേ. 9ാം ക്ലാസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ വരുന്നാൽ അതിന് സ്പെഷ്യൽ കയ്യടിയുണ്ട്. ഇനി പറഞ്ഞു. ഞങ്ങളുടെ ഈ പ്രായം വെച്ച് ഈ സമയം, അതായത് ഒരു 9ാം ക്ലാസ് തൊട്ട് കൂട്ടുകാരായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. അതുമായിട്ട് പക്ഷേ അതിനെ തന്നെ 2 പ്രോബ്ലം ഉണ്ട്. നല്ല കൂട്ടുകാരെല്ലാം കിട്ടും, നല്ല കൂട്ടുകാരെ കിട്ടും, പക്ഷെ ചീത്ത കൂട്ടുകാരും ഉണ്ട്. ചീത്ത കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ളി പോകും. നമ്മൾ തീർന്നു. പിന്നെ നല്ല കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഫുള്ളാവും. നമ്മുടെ നല്ല പോസിറ്റീവ് ആൾക്കാർ. നമുക്ക് നല്ല കൂട്ടുകാരെ കിട്ടിയ അവന്മാരുടെ കാര്യം തീർന്നു. അങ്ങനെ അല്ല 2 കൂട്ടരും ഓക്കെയാണ്. ശരിക്കും അവൻ പറഞ്ഞത് എന്ത് രസമായിട്ട്. ഞാൻ ചുമ്മാ അവനെ ഇങ്ങനെയൊക്കെ ചൊറിയുന്നേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടാണ് അവൻ പറഞ്ഞത്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ.
ടെൽ മീ ഹൂ ആർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ. നിന്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് പറ, ഞാൻ പറയാം നീ ആരാണെന്ന്. നമ്മുടെ സുഹൃത്തുക്കൾ, സൗഹൃദ വലയം, പിയർ ഗ്രൂപ്പ് എന്ന് പറയും. പിയർ ഗ്രൂപ്പ് വളരെ കൃത്യമായിട്ടാണ് കൊച്ചു അസസ് ചെയ്തത്. മിടുക്കൻ. മോൻ്റെ പേരെന്ന് പറഞ്ഞേടാ? ജെറമിയുടെ ഇടവകയോ? സെയിന്റ് സ്റ്റീഫൻ. സ്ഥലം കല്ലൂപ്പാറ തന്നെ. ജെറമിക്കും സെയിന്റ് സ്റ്റീഫൻ കല്ലൂപ്പാറ ഇടവകയ്ക്ക് ഒരു കൈയടി കൊടുക്ക്. കറക്റ്റായിട്ട് പറഞ്ഞു. പിയർ പ്രഷർ, പിയർ ഇൻഫ്ലുവൻസ് അല്ലേ? സുഹൃത്തുക്കളുടെ സ്വാധീനം വല്ലാണ്ടുണ്ട് നമുക്ക് ഈ പ്രായത്തിൽ. നന്നായിട്ടാണ് കൊച്ചു പറഞ്ഞത്. മിടുക്കൻ. സുഹൃത്ത് ശരിക്കും കറക്റ്റ്. നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് കുറച്ചു കാലം വരെ മുമ്പ്, മിടുക്കൻ മോനെ, കുറച്ചു കാലം മുമ്പ് വരെ നിങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരായിരുന്നു? നിങ്ങളെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ അപ്പനും അമ്മയായിരുന്നു. പക്ഷെ ഇപ്പം പതുക്കെ ആരായി നമ്മളെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്? നമ്മുടെ ഫ്രണ്ട്സ്. നമ്മൾ കൂടുതലും കാര്യങ്ങൾ സംസാരിക്കുന്നത് പണ്ട് നമ്മൾ സ്കൂൾ വിട്ടിട്ടേ ഒരു 4ലും 5ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരായിരുന്ന കാലത്ത് നമ്മൾ സ്കൂൾ വിട്ട് ഓടി വന്നിട്ട് സ്കൂളിലെ കഥ മുഴുവൻ ആരെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു? പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ലേ? അമ്മയും അപ്പച്ചനെയൊക്കെ പറഞ്ഞു കേൾപ്പിക്കും. ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോൾ അമ്മ പുറകെ നടക്കുക, എന്നതാടി ഇന്ന് സ്കൂളിൽ നടന്നേ, അപ്പോൾ കൊച്ചു പറയും, സ്കൂളിൽ തന്നെ നടക്കാനാ, സ്കൂൾ തുറന്നു, ഞങ്ങൾ അവിടെ കയറി ഇരുന്നു, ക്ലാസ് കഴിഞ്ഞു. അല്ല എന്നിട്ട് എന്നാ പണ്ട് പഠിക്കാൻ പറ്റുമ്പോൾ പഠിക്കണമായിരുന്നു, ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇത് തന്നെ അല്ല. അമ്മയ്ക്ക് എന്തൊരു ആഗ്രഹം എന്നറിയോ? ഒന്ന് പറ. അതേസമയം പിള്ളേരെ 3 പേരെ നമുക്ക് കൂട്ടുകാരെ കിട്ടിയാൽ നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ഇതിന് മാത്രം എന്നാ പറയാനുള്ളത്? കാരണം നമ്മൾക്ക് ഫ്രണ്ട്സാണ് നമ്മുടെ ലോകം അല്ലേ? പിയർ ഗ്രൂപ്പ്. അപ്പോൾ ഫ്രണ്ട്സ് ലോകമാകുന്ന ഒരു കാലത്ത് ഫ്രണ്ട്സ് നല്ലതല്ലെങ്കിൽ ലോകമേ നശിച്ചു പോകും. ഒന്നോർത്ത് നോക്കിയോ. ഫ്രണ്ട്സ് ലോകമാകുന്ന ഒരു കാലത്ത് ഫ്രണ്ട്സ് നല്ലതല്ലെങ്കിൽ ലോകമേ നശിച്ചു പോകും. ഫ്രണ്ട്സ് നല്ലതാണെങ്കിൽ ലോകം നല്ലതാകും. നിങ്ങളുടെ ലോകം നല്ലതാകും. മിടുക്കൻ കേട്ടോ. ജെറമി ഗ്രേറ്റ്. ജിയ, ജെറമി. അടുത്തത് ഈശോയുടെ ലെറ്റർ കഴിഞ്ഞു. ഇനി ആരുടെ ലെറ്റർ എടുക്കണം നമുക്ക്? അപ്പം നമുക്ക് മാതാവിനെ കൈവിടാൻ പറ്റത്തില്ലല്ലോ. അപ്പം മാതാവിന് ലെറ്റർ പരിഗണിക്കണ്ടേ? ദോസ് നെയിംസ് വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് എം. മിടുക്കി. അവൾ റെഡി ആയിട്ടിരിക്കുകയായിരുന്നല്ലോ കൊച്ചേ. മിടുക്കി. ഓടിയോ. എമ്മിൽ പേര് തുടങ്ങുന്ന ബോയ്സ് ഓർ ഗേൾസ് മുന്നോട്ട് വരിക. നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തുക. നല്ലതോ മോശമോ ആയത് കണ്ടെത്തുക. ആദ്യം പേരും ഇടവകയും പറയണം. പേരും ഇടവകയും പറയുന്ന പാടെ കയ്യടി കൊടുത്തേക്കണം. ആക്ച്വലി ദേ ആർ മേക്കിംഗ് ദെയർ പാരിഷ് പ്രൗഡ്. അവരവരുടെ ഇടവകയ്ക്ക് അഭിമാനമാകുകയാണ് ഈ കുഞ്ഞുങ്ങൾ. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഇത്രയും ഇടവകയെന്ന് കുഞ്ഞുങ്ങൾ വന്ന ഒരു സദസ്സിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒരു ഇടവകയുടെ പേര് പറയുമ്പോൾ ആ ഇടവകയുടെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. ഒരു കൊച്ചുവഴി ഒരു ഇടവക അഭിമാനിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മോള് പറ. മന്ന. നിങ്ങളുടെ അപ്പനമ്മമാര് സൂപ്പറാ കേട്ടോ. എന്ത് നല്ല പേരുകളായിട്ടിരിക്കുന്നത്. മന്ന, അബിയാം, ജെറോമി. നല്ല പേരുകൾ. മന്ന. എന്തെങ്കിലും താങ്ക്സ് പറഞ്ഞോ അപ്പനോ അമ്മയ്ക്കോ ഈ പേരിട്ടതിന്? മന്ന എന്ത് നല്ല പേരാ മോളെ അല്ലേ? മന്ന സൂപ്പർ പേര്. താങ്ക്സ് പറയണേ. തിരിച്ചു എന്നിട്ട് അപ്പയോടും അമ്മയോടും പറയണം, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ പേരിട്ടതിന് നന്ദി. അപ്പോൾ അപ്പം നിനക്ക് എന്നാ പറ്റി കുഞ്ഞെ വയ്യേ എന്ന് ചോദിക്കും. കാരണം പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. അത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഒരു ബോധം വെച്ചു, അത് പറയാൻ തോന്നി എന്ന് പറയും. യെസ് പറഞ്ഞു. മന്നയുടെ ഇടവക ഏതാ? കവിയൂർ സ്ലീബാപുരം ചർച്ച്. മിടുക്കി. പറഞ്ഞോ. കവിയൂർ ഇടവക. ഇനി പറ. ഇപ്പോഴത്തെ കാലത്ത് നമ്മളാണെങ്കിൽ ഇപ്പം ആരെങ്കിലും വീട്ടിൽ വന്നാൽ നമ്മൾ ഫോണിനകത്തായിരിക്കും. നമ്മൾ ആരാ വരുന്നത് അതൊന്നും നമ്മൾ നോക്കത്തില്ല. അമ്മച്ചിമാരൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ മോടെ പറച്ചിൽ കേട്ടാ അല്ലേ? ഒരു 17 വയസ്സുള്ള അമ്മച്ചിയൊക്കെ പറയുന്നതൊക്കെ വളരെ ആധിക. ഈ പിന്നത്തെ കാലത്തെ പിള്ളേരുടെ ഒരു കാര്യം, എപ്പോഴും ഫോണും കൊണ്ടിരിക്കുക. ആരെങ്കിലും വന്നാ മുഖത്തോട്ട് നോക്കുകയല്ല അല്ലേ? മിടുക്കിയായിട്ട് പറഞ്ഞു. പറ ഇനി ബാക്കി. മോള് അങ്ങനൊന്നും അല്ലല്ലേ? അത്യാവശ്യം വന്ന അല്ലേ? വല്ലപ്പോഴും ഒക്കെ. നമുക്ക് ശരിക്കും ചുറ്റുമുള്ള അത് മോള് കറക്റ്റാണ് പറഞ്ഞത്. വി ലിവ് മോർ ഇൻ എ വെർച്വൽ വേൾഡ് ദാൻ ഇൻ എ റിയൽ വേൾഡ്. അതിനെയാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് കൈയടി കൊടുത്തേ. അവർക്കൊരു നല്ല കൈയടി കൊടുത്തേ. മന്ന. ഒരെണ്ണം കൂടെ പറയാനുണ്ടോ മോക്ക്? ഒരുങ്ങിയാണോ വന്നേ? ഉണ്ടോ? ഇല്ല. മതി. മന്ന മിടുക്കിയായിട്ട് പറഞ്ഞു. മന്നയ്ക്ക് ഒരു കൈയടി കൊടുക്കുക. ഈ പറഞ്ഞ സെന്റൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കഴിയുമ്പോൾ ക്വിസ് ആണ് ഇതെല്ലാം കൂടെ. എന്നെ കേൾക്കുന്നവർക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്ത് പഠിപ്പിച്ചാലും പിന്നെയും ക്വിസ് കാണും. പിന്നെയും ചോദ്യം ചോദിക്കും. റെഡി ആയിട്ടിരുന്നോ? ഈ വാക്ക് ഓർത്ത് വെച്ചേക്കണം. നിങ്ങളുടെ കാലത്തിൻ്റെ ഒരു വലിയ സിറ്റുവേഷൻ, ഞാനത് അപകടം എന്ന് പറയുന്നില്ല. യു ലിവ് മോർ ഇൻ എ വെർച്വൽ വേൾഡ് ദാൻ ഇൻ എ റിയൽ വേൾഡ്. ചുറ്റുമുള്ള ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയാണ്? സൈബർ വേൾഡിലാണ്. നിങ്ങളുടെ പ്രസൻസ് കൂടുതൽ എവിടെയാണ്? വെർച്വൽ വേൾഡ്. അതാണ് സൈബർ വേൾഡ്. ഇൻ്റർനെറ്റ് ഡിജിറ്റൽ വേൾഡിലാണ് നമ്മുടെ പ്രസൻസ് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യു എസിൽ നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കും. യു എസിൽ നിന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കും. ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ നമ്മൾ ചങ്സിനെ കണ്ടുപിടിക്കും.
വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ പേരറിയാൻ മേല, നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന വീട്ടിലെ കൊച്ചിൻ്റെ പേര് നമുക്കറിയാൻ മേല. പക്ഷേ US ഫ്രണ്ടുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചാറ്റ് ചെയ്യും. വി ലിവ് മോർ ഇൻ എ, എന്തായിരുന്നു ആ സെൻറ്റൻസ് പറഞ്ഞേ? വി ലിവ്, പറഞ്ഞേ വി ലിവ് മോർ ഇൻ എ വെർച്വൽ വേൾഡ് ദാൻ ഇൻ എ റിയൽ വേൾഡ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ രണ്ട് വേൾഡ് ബാലൻസ് കീപ്പ് ചെയ്യണം. നല്ലത്. ഇനി ആരുടെ പേരാണ് പറയേണ്ടത്? ഏത് ലെറ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഏത് ലെറ്ററാണ്? ചുമ്മാ ലെറ്റർ പറയരുത്, കണക്ട് ചെയ്യണം. നമ്മൾ ഈശോയുടെ ലെറ്റർ, മാതാവിൻ്റെ ലെറ്റർ, അതുപോലെ വേറൊരെണ്ണം പറഞ്ഞേ. വേറെ ആരുടെങ്കിലും അയ്യോ നമ്മുടെ തോമസ് ലീഹായെ മറക്കാൻ പറ്റുമോ? ദോസ് നെയിംസ് വിച്ച് സ്റ്റാർട്ട് വിത്ത് ടിക്ക് ചാൻസ്. ടി തോമസ്, ടി. ആരെങ്കിലും ടിയിൽ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ഓടി വന്നിട്ട്, മിടുക്കന്മാര് വാ, ഓടി അവന് കൈയടി കൊടുക്ക. നല്ല കാര്യം. ടിയിൽ പേര് സ്റ്റാർട്ട് ചെയ്യുന്നവര്. ഈ പ്രായത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതോടുകൂടി നമ്മൾ ഈ സെഷൻ നിർത്തുക. ഒത്തിരി പറയാനുണ്ട്, പറഞ്ഞാലും തീരത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കൊണ്ട് നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത ഫേസിലേക്ക് കടക്കാം. അടുത്ത ടൈം. മടുത്തോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ മടുത്തോ? ഓക്കെ ആണോ? ഹലോ ജീസസ്, അത് കേട്ടിട്ടുണ്ടോ? അതെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറയും ഹലോ ജീസസ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഹായ് ജീസസ്. കാരണം നമ്മൾ അടുത്ത് എങ്ങോട്ട് നോക്കാൻ പോവാ? നമ്മളെ കണ്ടു, ഇനി ആരെ നോക്കാൻ പോവാ? ഈശോയെ നോക്കാൻ പോവാണ്. അപ്പം നമ്മൾ അതൊന്ന് വിളിക്കണ്ടേ ആ പേരൊക്കെ? ഹലോ ജീസസ്. അതിനെ ശ്രദ്ധിക്കണം. അറിയാമോ? ഞാൻ ഏത് ടോണിലാണോ പറയുന്നത് അതേ ടോണിലായിരിക്കണം റിപ്ലൈ വരേണ്ടത്. നോക്കട്ടെ നിങ്ങൾ എങ്ങനെ എത്ര നല്ല ഈ മോണാക്റ്റ് ഒക്കെ കളിക്കാനുള്ള സ്കില്ലുണ്ടോ നോക്കട്ടെ. ഏത് ടോണിലാണോ പറയുന്നത് അതേ ടോണിൽ തിരിച്ചു പറയണം. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ എന്ത് എക്സ്പ്രഷനാണോ ഇടുന്നത് അതേ എക്സ്പ്രഷൻ എല്ലാവരുടെയും മുഖത്ത് കാണണം. റെഡിയാണോ? റെഡി? ആദ്യം ടോൺ നോക്കാം. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹലോ ജീസസ്. ആർക്കെങ്കിലും അച്ചോ എനിക്കൊരു നല്ല ആശയം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, എൻ്റെ ലെറ്റർ മാതാവിൻ്റെ അല്ല, ഈശോയുടെ അല്ല, തോമസ് ലീഹയുടെ അല്ല, അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും ഒരു നല്ല ആശയം എൻ്റെ ഉണ്ട് അച്ഛാ, ഈ പ്രായവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, എനിക്കൊന്ന് ഫ്രണ്ടിൽ വന്ന് പറയാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിയോ. അങ്ങനെയുള്ളവർ വന്ന് നിന്നോ, ലൈൻ നിന്നോ. ഒരു 4-5 പേർക്ക് ചാൻസ് ഉണ്ട്. ഒരാൾ കഴിഞ്ഞ് അടുത്തയാൾ വരാൻ നിൽക്കേണ്ട. അങ്ങനെ അച്ഛാ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, എനിക്ക് നല്ല ഓഡിയൻസിനെ കിട്ടിയിരിക്കുകയാണ്, 500-600 പേരെ കിട്ടിയപ്പോൾ എനിക്ക് ഐ വോണ്ട് മൈ വോയിസ് ടു ബി ഹേർഡ്, എൻ്റെ സ്വരം മുഴങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, മൈക്ക് എടുക്കുക, പറയുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്താണ് ഈ പ്രായത്തിൻ്റെ പ്രത്യേകത? അങ്ങോട്ട് വന്നിരുന്നു പറയാനുള്ള കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വന്നു. യെസ്, മതി. പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ചെയ്തോളാം. പെട്ടെന്ന് പേര് പറയുക, ഇടവക പറയുക, കമൻറ്റ് പറയുക. യെസ്, വേഗം തുടങ്ങിക്കോ മോളെ. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ വന്നത് ബദനി അരമന, അറിയോ? തിരുവല്ല ബദനി അരമന, ചെറിയൊരു ചാപ്പല. തിരുവല്ല ബദനി അരമന ചെറിയ ചാപ്പലാണെങ്കിലും ചെറിയ ചാപ്പലിൽ നിന്ന് നീ വന്നല്ലോ കുഞ്ഞെ, ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ. അപ്പൊ തിരുവല്ല ബദനി അരമന ചാപ്പൽ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? നല്ല കാര്യമല്ലേ? യെസ്, ഇനി പറ. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള വളരെ ടെക് സാവീസ് ആണ് നമ്മളെല്ലാവരും. ടെക് സാവീസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ എപ്പോഴും നടന്നിട്ടില്ലാത്ത പോലെ വളരെ ക്രൂരമായ പരിപാടികളൊക്കെ നടക്കുന്നത്. ഞങ്ങൾ ഭയങ്കര വയലന്റ് ആണല്ലേ? ഞങ്ങൾ ഭയങ്കര ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഇടിയാണ്. ഞങ്ങളല്ല ആരൊക്കെയോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ? ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലേ ഭയങ്കര വയലൻസ്, ടെറർ അല്ലേ? അതൊക്കെ വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമല്ലോ, നമുക്കൂടെ നാണക്കേടാ അല്ലേ അങ്ങനെയൊക്കെ വരുന്നത്. നമ്മൾ നല്ല പിള്ളേരെ ചീത്തയാക്കാൻ വേണ്ടി കുറെ പേര് അങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ട്. യെസ്, അയ്യോ തങ്കപ്പെട്ട കുഞ്ഞ്. യെസ്, മിടുക്കി കേട്ടോ, നന്നായിട്ട് പറഞ്ഞു. കൈയടി കൊടുത്ത് വിടാ അവളെ. അടുത്തയാള് മതി, ഇത്രയും പേര് മതി. വരുന്ന ആൾ വരെ മതി. ആ ഗ്രീൻ ടീഷർട്ട് വരെയും ഉള്ള ഇത്രയും പേര് വന്നല്ലോ. ക്യൂ നിന്ന് അഭിപ്രായം പറയുന്ന കുഞ്ഞുങ്ങൾ. നല്ലത്. ഈ കാഴ്ചയ്ക്കൊരു കൈയടി കൊടുക്കുക ഈ വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ. കാരണം അവർ സംസാരിക്കുകയാണ്, അവർ തന്നെ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നു. ഒരു പ്രസംഗകനെ സംസാരിക്കാൻ പൂർണ്ണമായിട്ടും വിടുന്നില്ല. അവർ പറയാണ് ഞങ്ങൾക്ക് മിണ്ടാനുണ്ട്. നല്ലതാണ്, കുഞ്ഞുങ്ങളൊക്കെ മുന്നോട്ട് വരട്ടെ. പറ. ഗ്രിഗറി പറ. നല്ല പേര് കേട്ടോ, ഗ്രിഗറി. ഇടവക പാലിയേക്കര എന്ന് വീണ്ടും പാലിയേക്കരയ്ക്ക് 2 പോയിന്റ് ആയി. പാലിയേക്കര രണ്ടാമത്തെ ആൾക്കാരാണ് നല്ല വരുന്നത്. പറ. ഇപ്പോൾ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ ഒത്തിരി ഫീൽഡുകൾ നമുക്ക് സ്കില്ല് വേറെ ചെയ്യാനുണ്ട്. ഇപ്പം മിടുക്കൻ, നിനക്ക് ഇത്രയും വിവരമൊക്കെ ഉണ്ടല്ലോടാ കുഞ്ഞെ. ശരിക്കും അവൻ പറഞ്ഞ കാര്യം കണ്ടോ? നമ്മുടെ കരിയർ ഓപ്ഷൻസ് ഒക്കെ ഒത്തിരി വൈഡായി.
പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന് മാത്രം സാധ്യതയൊന്നും ഇല്ല. ആകെപ്പാടെ ഡോക്ടറോ എഞ്ചിനീയറോ നേഴ്സോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി അതിലൊക്കെ തീരുക. ഇന്ന് എന്തോരം വൈഡ് വെറൈറ്റീസ് ഓഫ് കരിയർ ഓപ്ഷൻസ്. അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യതകൾ വളരെ വലുതാണെന്നാണ് അവൻ കണ്ടുപിടിച്ചത്. മിടുക്കൻ, നല്ല കൊച്ചു കേട്ടോ, നന്നായിട്ട് പറഞ്ഞു. ഇനി കുറ്റം വല്ലതും പറയാനുണ്ടോ? കുറ്റമൊന്നുമില്ല. ഓ, കുറ്റം കഷ്ടപ്പെട്ട് പറയണ്ട. ആ ശരി, ഓക്കെ. ഓ, അതിനെ കൈയടിച്ചുവിടെ. അടുത്തയാൾ. ആ, പേരും ഇടവകയും. ആൻഡ്രിയ. ബെഥനി അരമന ഉണ്ടോ? കൊച്ചു ബെഥനി അരമന എന്ന് 2 പേര് വന്നു. ആ, പറ. ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആരാധനകളിലൊന്നും അത്രയും ഇതില്ല, പിന്നെ ബന്ധങ്ങളിലും വലിയ നിങ്ങളൊക്കെ വലിയ അമ്മച്ചിമാരായല്ലോ കർത്താവേ. അല്ല, ഇതൊക്കെ വലിയ ഓൾഡീസ് ഒക്കെ നമ്മളെ കുറിച്ച് പറയുന്ന കമന്റ് അല്ലേ ഈ പറയുന്നത്? ഈ ജനറേഷന് ആരാധനയൊന്നും ശ്രദ്ധയൊന്നും ഇല്ല. ദൈവാരാധനയെ കുറിച്ചൊന്നും ശ്രദ്ധയില്ല. 2 ബന്ധങ്ങൾക്കൊന്നും ഒരു മൂല്യമൊന്നും കൊടുക്കുന്നില്ല ഇന്നത്തെ കുഞ്ഞുങ്ങള്. മിടുക്കി കേട്ടോ, എന്ത് രസമായിട്ടോ കൊച്ചു പറഞ്ഞേ. നല്ല കൊച്ചു, മിടുക്കി. യെസ്, അടുത്തയാൾ. എന്റെ പേര് സയോണ. മുത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. മുത്തൂർ സെന്റ് ജോർജ്. ആദ്യമായിട്ടാണ് മുത്തൂർ എന്നൊരാൾ വരുന്നത്. മുത്തൂർ ഇടവകയ്ക്ക് അഭിമാനം. മോള് അഭിനന്ദനം. മോക്ക് പറഞ്ഞോ. ഈ ഒരു തലമുറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വളരെ ഡെവലപ്പ് ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. AI-യുടെ കാലമാണ്. അതിന് തന്നെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പം മനുഷ്യന്മാരെക്കാട്ടിലും ബുദ്ധിജീവികളായിട്ടുള്ള റോബോട്ടുകളാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് എന്ന് പറയുമ്പം ഒത്തിരി സ്മാർട്ട് ആയിട്ടുള്ള ജനറേഷൻ ആണെങ്കിലും സ്റ്റേജ് ഫ്രൈറ്റ് ഭയങ്കര കൂടുതലാണ്. അതെ. ഞാൻ തന്നെ പേടിച്ചാ ഇവിടെ നിൽക്കുന്നത്. വന്നല്ലോ, എന്നിട്ട് പേടിച്ചിട്ട് മോള് വന്നല്ലോ. അതായത് ഒറ്റയ്ക്കും അവിടെ ഇരിക്കുമ്പോഴും എല്ലാവരും പുലികളാണ്. നിങ്ങൾക്ക് പറയാൻ ഒത്തിരി ആശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള കാലിബർ നമുക്ക് പണ്ട് നമ്മുടെ കാരണവന്മാരുടെ തലമുറയ്ക്കില്ലേ, പഴയ യുവജനവേദിയൊക്കെ തീപ്പൊരികളായിരുന്നു. ഇത്രയും അറിവുമില്ല, ഇത്രയും ടെക്നിക്കൽ വിവരമൊന്നുമില്ല. പക്ഷേ മുമ്പിൽ മൈക്ക് കിട്ടിയാൽ പൊളിക്കും, തകർക്കുമായിരുന്നു. വി നീഡ് പെർഫോമേഴ്സ് ദിസ് ഡേ. ഇറ്റ്സ് നോട്ട് ഇനഫ് ദാറ്റ് യു ആർ ഇൻ്റലിജൻറ്റ്. വി നീഡ് പെർഫോമേഴ്സ്. അറിവുള്ളവരെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അറിവിനെ അവതരിപ്പിക്കാനുള്ള ആർജവത്വമുള്ളൊരു തലമുറ കയറി വരണം. അല്ലെങ്കിൽ പറ്റുന്നത് തെറ്റായ അറിവുകൾ മിടുക്കന്മാരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. തെറ്റായ അറിവുകൾ മിടുക്കന്മാരെ പ്രചരിപ്പിക്കുമ്പോൾ ശരിയായ അറിവുള്ളവർക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള മിടുക്കുണ്ടാകേണ്ട കാലം കൂടിയാണ്. അപ്പോൾ ഈ കുഞ്ഞൊക്കെ വിറച്ചുകൊണ്ട് വന്നിന്ന് പറഞ്ഞപ്പോഴും നീ പറഞ്ഞ ആശയം നിസ്സാരമല്ല. AI-യെ കുറിച്ച് പറഞ്ഞു, ഈ പറഞ്ഞ പെർഫോമൻസ് നമുക്ക് മിസ്സാകുന്നതിനെ കുറിച്ച് പറഞ്ഞു, മുമ്പിൽ നിൽക്കാനുള്ള ഭയത്തെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് സ്റ്റിൽ യു മാനേജ് ടു ബി ഹിയർ. അല്ലേ, നല്ല കൈഡി കൊടുക്കുക അവൾക്ക്. അവൾ വിറച്ച് നിൽക്കുന്നു, പക്ഷെ വന്നു മൈക്ക് എടുത്തു പറഞ്ഞു. യെസ്. എന്റെ പേര് റയാന. ഞാൻ ഈ പള്ളിയിൽ നിന്ന് തന്നെയാണ്. ഈ പള്ളിക്കാരി തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാതെ അവരിനോട് തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും പറയുക, അവരെ നമ്മൾ നിയന്ത്രിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ. ഒരു കലാപകാരിയാണ് വന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പനും അമ്മയും ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാണ് നിർത്തു, ഞാൻ പറയുന്നത് ചെയ്തോണം. ശരിയല്ലേ? വീട്ടില് അപ്പൻ പാവം വൈകുന്നേരം പണിയും കഴിഞ്ഞിട്ട് TV ഓണാക്കാൻ വരുവേ, വാർത്തയൊക്കെ വെക്കാൻ. അപ്പം അപ്പനോട് ആ മൂലയ്ക്ക് ഇരുന്നോണം, ഞാൻ തീരുമാനിക്കും ഏത് ചാനലാണ് വെക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റിട്ട് അടുക്കളയിൽ പോവും മുതലാളി, ഈ കുഞ്ഞുങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യും? ഇന്നത്തെ മെനു നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇന്നിവിടെ എന്തുണ്ടാക്കണം. കൊച്ചാണ് കൽപ്പന കൊടുക്കുന്നത്. ഷെഫ് അവിടെ പാചകം ചെയ്യും. ആരാ ഷെഫ്? അമ്മ ഓക്കെ അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഉടനെ പാചകം ചെയ്യുകയാണ്. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കിട്ട് വഴക്ക് പറയേണ്ടത്. നിങ്ങളെ അങ്ങനെ ആക്കിയത് നിങ്ങളാണ്. കമാൻഡിങ് പവർ അല്ലേ. അപ്പനോട് അമ്മയോട് അങ്ങോട്ട് പറയുകയാണ്. യെസ്, മിടുക്കി. എന്നാലും നീ ഇത് നിങ്ങൾ സെൻസ് ചെയ്തല്ലോ, ഞങ്ങൾ പറഞ്ഞു തരാതെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചല്ലോ. മിടുക്കി, ബാക്കി പറ. അത്രേ ഉള്ളൂ. നല്ല കൊച്ചു മിടുക്കിയായിട്ട് പറഞ്ഞു. അടുത്തയാൾ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല കാര്യം. യെസ്. എൻ്റെ പേര് അലീഷ. ഏത് പള്ളി? നമ്മളെ ഈ പള്ളിയിൽ തന്നെയാണ്. ഈ പള്ളിക്കാർ കൊള്ളാം കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് ഇപ്പം എത്ര പേര് വന്നു? നല്ല കാര്യം. യെസ്, പറ. വന്നപ്പോൾ മറന്നുപോയോ? ഇങ്ങോട്ട് വരുന്നു. ഉണ്ട്. എന്താ പറ. പള്ളിയിലൊന്നും പിള്ളേരൊന്നും വരുന്നില്ല അല്ലേ. വികാരിച്ചൻ്റെ ആരാ അല്ലേ? വികാരിച്ചൻ്റെ സങ്കടമാണ് ആ പങ്കുവെച്ചത്. പള്ളിയിൽ പിള്ളേരൊന്നും വരുന്നില്ല, സൺഡേ സ്കൂളിലും പിള്ളേരൊന്നും വരുന്നില്ല. അപ്പോഴത് സങ്കടമുണ്ടല്ലേ. നമുക്കും ആഗ്രഹമുണ്ട് എല്ലാ പിള്ളേരും പള്ളി വന്നിരുന്നെങ്കിൽ, ഒരുമിച്ച് ഈശോയെ ആരാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ. ഉണ്ട്. മിടുക്കി. നല്ല കൊച്ച്. അടുത്തയാൾ നിങ്ങളവിടെ ചർച്ചയ്ക്ക് വന്നതാണ് അവിടെ. പറ. ഈ കാലത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വലിയ ഇതാ. അഥവാ ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ അവരാ ട്രസ്റ്റ് കൊണ്ട് ഏത് പ്രായത്തിൽ? നിനക്ക് എത്രയുണ്ട് പ്രായം? ആകെപ്പാടെ 11 വയസ്സുകൊണ്ട് പറയുകയാണ് ഈ പ്രായത്തിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വലിയ പ്രശ്നമാണ് അച്ഛാ. ഞങ്ങൾ ആരെ ട്രസ്റ്റ് ചെയ്യും അച്ഛാ? ആണോ? നിനക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടോടാ? ആണോ? നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. 12 വയസ്സല്ലേ ഉള്ളൂ. ആണല്ലേ? ട്രസ്റ്റ് ആ വാക്കൊക്കെ നീ എവിടുന്ന് പഠിച്ചു? കൊള്ളാം. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ആരെ നമ്പണം,
ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. നീ തൽക്കാലം ഒടേ തമ്പുരാനെയും അപ്പനെയും അമ്മയും വിശ്വസിച്ചാൽ മതി. വേറെ ആരെയും വിശ്വസിക്കാൻ പോകുമ്പോഴല്ലേ പ്രശ്നം. വേറെ ആരെയും വിശ്വസിക്കാൻ പോകണ്ട തൽക്കാലം കേട്ടോ. ഇപ്പം ചാടി കയറി നാട്ടുകാരെ മുഴുവൻ വിശ്വസിക്കാൻ പോകുമ്പോഴാണ് തേപ്പൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പം ആരെയും അധികം അങ്ങോട്ട് വലിയതായിട്ട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പോകണ്ട. അപ്പനെയും അമ്മയും വിശ്വാസം ഉണ്ടോ നിനക്ക്? ദൈവം തമ്പുരാനെ വിശ്വാസം ഉണ്ടോ? ട്രസ്റ്റ് ഉണ്ടോ? മതി. ആ ട്രസ്റ്റാണ് അടിത്തറ. ആ ട്രസ്റ്റയിൽ ബിൽഡ് ചെയ്യണം കേട്ടോ. മിടുക്കൻ. ആ വാക്കൊക്കെ നീ ഒന്ന് പറഞ്ഞല്ലോടാ. മിടുക്കൻ, നല്ല കൊച്ചു. യെസ്, അടുത്തയാള് വാ. പണ്ടത്തെ ആൾക്കാർക്ക് അനുസരണമുണ്ട്. പുതിയ ആൾക്ക് എന്താ അഭിമാനത്തോടെ പറയുന്നത് നോക്കിക്കേ. കുറ്റം പറയുന്നതൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് അനുസരണം ഉണ്ടച്ചാ, ഞങ്ങൾക്കൊരു അനുസരണവും ഇല്ല. ഞങ്ങൾ വളരെ അഭിമാനമുള്ളൂ. ഞങ്ങൾ അങ്ങനെ ആരും പറഞ്ഞൊന്നും അനുസരിക്കത്തൊന്നുമില്ല. എന്നാലും ഇതാണ് നിങ്ങളുടെ ഗുണം എന്നറിയാമോ? ഇപ്പം നോക്കിക്കേ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നോ? ഞാൻ പറയാം നിങ്ങൾക്ക് അനുസരണം ഇല്ല. അപ്പോൾ നിങ്ങൾ താൻ ആരാടോ പോയി അത് പറയാൻ എന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട്. ഇപ്പം നിങ്ങൾ വന്നിട്ട് മൈക്കെടുത്ത് പറയുകയാണ് ഞങ്ങൾക്ക് അനുസരണം ഇല്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ. എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ കാണണം വല്ലപ്പോഴും ഒക്കെ. ഇങ്ങനെ അലഞ്ഞു നടക്കാതെ ഇടയ്ക്കൊന്ന് ഇരുന്ന് റിഫ്ലക്ട് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ കാണണം. മിടുക്കൻ. യെസ്. എൻ്റെ പേര് അലനാണ്. അലൻ എന്നാണ്. ഞാൻ വരുന്ന ഇടവക ഇടവകയാണ്. കടമാങ്കുളത്ത് ആദ്യമായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് അല്ലേ? കടമാങ്കുളം ഇടവകയ്ക്കും അലനും കയ്യടി. യെസ്, പറ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ കമ്പ്യൂട്ടർ AIസിനെ കുറിച്ചാണ്. ഗെയിമിംഗ്സ് ഡെവലപ്മെന്റ്സ് അതിനെ കുറിച്ചൊക്കെയാണ് പറയാൻ. മൂർഖം പാമ്പിനെയാണല്ലോ കർത്താവെ ചവിട്ടിയത് അല്ലേ? ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കമ്പ്യൂട്ടർ ഡെവലപ്മെന്റ്, AI, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രസംഗം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പറ, എന്നിട്ട് ബാക്കി. ഇതിന്റെ ഉപയോഗങ്ങളും ദുരുപയോഗങ്ങളും. നീ സ്കൂളിൽ എന്തോ സെമിനാർ പേപ്പർ എഴുതിയായിരുന്നു തോന്നല്ലേ ഈ വിഷയത്തെക്കുറിച്ച്? ഇത്ര വന്ന് കാണാപ്പാടം പറയുന്ന പോലെ അവൻ കാര്യമായിട്ട് പറയുന്നത്. ഇതൊക്കെ ശരിയാ അല്ലേ മിടുക്കൻ? അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും ദുരുപയോഗങ്ങളും അടുത്ത തവണ ബാലസമാജം വിളിക്കുമ്പോൾ നിന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കാൻ ഞാൻ പറയാം കേട്ടോ. അന്ന് വന്നിട്ട് നീ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കണം. മിടുക്കൻ അവനത് പറഞ്ഞല്ലോ, നല്ല രസമായിട്ട് അവൻ പറഞ്ഞു. മിടുക്കൻ, സ്മാർട്ട് കുഞ്ഞുങ്ങൾ. യെസ്, ഫൈൻ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ സെനാരിയോ മനസ്സിലാക്കി. ഇപ്പം എന്താ നടക്കുന്നതെന്ന് മനസ്സിലായി. ഇനി വേഗം നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് പോവാം. പറഞ്ഞ റിവിഷൻ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പാറ്റേൺ എന്താ? പറ, ഒരുമിച്ച് പറ. അയ്യോ ആവേശം വരട്ടെ. പറ. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. എന്നിട്ട് മിശിഹായെ ഒന്ന് നോക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കയറാൻ പോവാ. എന്താ അത്? മിശിഹായെ ഒന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെ +1 +2കാരുണ്ടോ? +1 +2കാർ വന്നിട്ടുണ്ടോ? അച്ഛാ പറ്റിപ്പോയച്ഛ, വരാതിരിക്കാൻ ആകുന്ന നോക്കിയതാണ്. അവിടുന്ന് തള്ളി വിട്ടതാണ് അച്ഛോ, വരണമെന്നൊരു ആഗ്രഹമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേ ചാൻസ്. ഹലോ ശ്രദ്ധിച്ചേ. 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ ചാൻസ്. കാരണം നിങ്ങൾ 10 വർഷം സൺഡേ സ്കൂളിൽ പഠിച്ചവരാ. കുഞ്ഞുങ്ങളെ നമുക്ക് ഭാരപ്പെടുത്തണ്ട. ശ്രദ്ധിച്ചേ. 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് ചാൻസ് തരുന്നത് ഈശോയുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന്. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളോ ഈശോയുടെ ഉപമകളോ അല്ല. അത് നമ്മൾ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈശോയുടെ പേഴ്സണാലിറ്റി, 33 വർഷം ജീവിച്ച ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു മോഡൽ, ഒരു പാഠം കണ്ടുപിടിച്ചുകൊണ്ട് വരണം. 10, 11, 12 ഇവിടെ വന്നൊരു കാര്യം പറഞ്ഞാൽ മെഴുതി കത്തിച്ച് പ്രാർത്ഥനയ്ക്കിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും. പരീക്ഷയൊക്കെ വരുന്നു കേട്ടോ, പരീക്ഷയൊക്കെ വരുന്നു. നിങ്ങൾ മെഴുതി കത്തിച്ച് പ്രാർത്ഥനയേക്കാളും ഭയങ്കര നിയോഗം, ഇന്റൻഷൻ ആയിരിക്കും അത്. കാരണം വെച്ചാൽ കർത്താവേ 4 പേരുടെ മുമ്പ് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോണേ പരീക്ഷ ബോർഡ് എക്സാം വരാൻ പോകുന്നു. അങ്ങനെ നിയോഗം വെച്ച് ചെയ്തേ കുട്ടികൾക്ക്. 10th +1 +2 സ്പെഷ്യൽ പ്രിവിലേജ്. ഈശോയുടെ ലൈഫിൽ നിന്ന് ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് മോഡലാക്കി എടുക്കാൻ പറ്റുന്നത് കണ്ടുപിടിക്കുക. വേഗം നോക്കട്ടെ ആര് പറയും? 10, 11, 12. യെസ്, മിടുക്കി മോളെ, മിടുക്കി. നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും കേട്ടോ. ഓരോ കൊച്ചുങ്ങൾ വരുമ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം. ഇവരുടെ എക്സാമിന് 10th-ന്റെയും +1-ന്റെയും +2-ന്റെയും എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചേക്കണം. അവരെടുക്കുന്ന പെയിൻ, ഇവരെടുക്കുന്ന സമർപ്പണത്തിന്. യെസ് മോള്, പേര് പറ, ഇടവക പറ, എന്നിട്ട് പറ എങ്ങനെയാണ് ഹൗ യു ക്യാൻ ഫൈൻഡ് എ മോഡൽ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈശോയിൽ നീ എങ്ങനെ ഒരു മാതൃകയെ കാണുന്നു നിന്റെ ജീവിതത്തിന്റെ പ്രായത്തിന്? പറ മോളുടെ പേര് പറ. എൻ്റെ പേര് അനീന സാറാ സജി. അനീനയുടെ ഇടവക ഏതാ മോളെ? മറന്നുപോയോ? ഇടവക മറന്നുപോയോ? പരിമലപ്പള്ളി. പരിമലപ്പള്ളിക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലേ? ആദ്യമായിട്ടാണ് പരിമലപ്പള്ളി കേൾക്കുന്നത്. ഈ നിരണംപള്ളിയും പരിമലപ്പള്ളിയൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട പള്ളിയാണ്. പല പ്രാവശ്യം അതുവഴിയൊക്കെ പോകുമ്പോൾ കയറി നിന്ന് പ്രാർത്ഥിക്കുന്ന പള്ളികളാണ്. പറ. ഈശോയിൽ ഞാൻ കണ്ടത് അനുസരണമാണ്. ഈശോയിൽ കണ്ടത് മിടുക്കി. ഇന്ന് പലരും സംശയിക്കുന്നു ഈശോ 12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ എന്ത് ചെയ്യുകയായിരുന്നു? ഈശോ 12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ എന്ത് ചെയ്യുകയായിരുന്നു? ഉത്തരം പറ. ഉത്തരം എന്താ? ഒറ്റ വാക്ക് മതി ഉത്തരം. എന്താണ്?
അവൻ അനുസരിക്കുകയായിരുന്നു. ആരെ ആരെ വേഗം വേഗം ഉത്തരം പറഞ്ഞു. ആരെ അനുസരിക്കുകയായിരുന്നു? ആരെ? ഭൂമിയിലെ മാതാപിതാക്കളെ ആരനുസരിക്കുന്നു? ദൈവപുത്രൻ അനുസരിക്കുന്നു. അതാണ് ഇതിന്റെ ഐറണി. ഭൂമിയിലെ മാതാപിതാക്കളെ ദൈവപുത്രൻ അനുസരിക്കുന്നു. അപ്പൊ നമുക്കുള്ള പാഠം എന്താ? നമുക്കുള്ള ലെസൺ എന്താ? വേഗം പറ. ദൈവം തമ്പുരാന് ഭൂമിയിലെ മാതാപിതാക്കളെ അനുസരിക്കാമെങ്കിൽ പിന്നെ നമുക്കെന്താ തടസ്സം? If God can obey his earthly parents, then what prevents us from obeying our parents? ദൈവത്തിന് മാതാപിതാക്കളെ അനുസരിക്കാമെങ്കിൽ നമ്മൾ എന്താ അനുസരിക്കാത്തത്? നമുക്കെന്താ കാരണം? ഒന്നുമില്ല, അനുസരിക്കണം. ഒബീഡിയൻസ്. മിടുക്കി, ഒബീഡിയൻസ്. യെസ്. അടുത്തത്. എൻ്റെ പേര് കെസിയ. മോടെ പേര് കെസിയ. വേഗം പറഞ്ഞോ. യേശു ആണ് ഒത്തിരി പേരെ സഹായിക്കുമായിരുന്നു. ഈശോ ഒത്തിരി പേരെ സഹായിക്കുമായിരുന്നു. ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെ, ഒരു ഹെൽപ്പിംഗ് കെയർ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കും പറ്റുന്ന പോലൊക്കെ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരെയൊക്കെ, ഫ്രണ്ട്സിനെ ആണെങ്കിലും ചാടിക്കറി ഫ്രണ്ട്സിനെ സഹായിച്ചില്ലെങ്കിലും ആ അമ്മയ്ക്ക് ആ പാത്രം ഒന്ന് കഴുകി വെച്ച് കൊടുക്കാവോ? അത് മതി. നിങ്ങളിപ്പം ഉടനെ ഈ വലിയ ചാരിറ്റി ഒന്നും ഫ്ലെക്സ് അടിച്ചിറങ്ങണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ചാരിറ്റി എന്നറിയാമോ? ആ കഴിക്കുന്ന പാത്രം ഒന്ന് കഴുകി വെക്കാമെങ്കിൽ അമ്മയോട് കാണിക്കുന്ന ചാരിറ്റി അത് അല്ലേ? ഈ കട്ടിലേ കടന്നിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിയെ കടന്ന് TV കാണത്തില്ലേ നമ്മൾ? റിമോട്ടൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ചാനലൊക്കെ മാറ്റി അപ്പം നമ്മൾ വിളിക്കും അമ്മേ അതിന് ട്യൂൺ മാറി വരും. അപ്പോൾ അമ്മ അടുക്കള എന്തോ ചെയ്തുകൊണ്ടിരിക്കുക പാവം. അത് തവിയൊക്കെ ആയിട്ട് വരും, ഇങ്ങോട്ട് വരും. അപ്പോൾ അമ്മയ്ക്ക് എന്താ മോളെ ആ ഫാനൊന്നിട്ടേ അമ്മേ, ആ ഫാനൊന്നിട്ടേ. അതാണ് ചാരിറ്റി. തന്നെ എഴുന്നേറ്റ് പോയിട്ട് അതിനെ ദ്രോഹിക്കാതെ ആദ്യം അപ്പനോടും അമ്മയോടും കുറച്ച് ചാരിറ്റി ചെയ്യുക. നിങ്ങൾ നാട്ടുകാർക്ക് പൊതിച്ചോറ് കൊടുക്കാൻ ഇപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ ആദ്യം കുറച്ച് കെയർ, ഈശോ കാണിച്ച കെയർ ഇല്ലേ, ചാരിറ്റി, അത് വീട്ടിൽ ചെയ്യാൻ തുടങ്ങണം കേട്ടോ. മിടുക്കി, നല്ല കാര്യം. യെസ്. അടുത്തത്. ചിരിക്കാൻ വന്നാണോ? പറഞ്ഞോ മോള്. മിടുക്കി. പേരും ഇടവകയും പറഞ്ഞോ. എൻ്റെ പേര് ഡാനിയ. നിരണംപള്ളിയാണ്. ദൈവത്തിന്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഒരു വിവേചനം ഇല്ലാതെ സൗഖ്യം കൊടുക്കുക. വിവേചനമില്ല ഈശോയ്ക്ക്, വിവേചനമില്ല. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ നിങ്ങൾ ഈ ഗ്യാങ് കൂടുന്നവന്മാരുണ്ടേ, ആൺപിള്ളേർ പിന്നെയും കുഴപ്പമില്ല ആ കാര്യത്തിൽ കേട്ടോ. ആൺപിള്ളേർക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പെൺപിള്ളേർ ഒരു 3-4 പേരുടെ ചങ്കുണ്ടേ, ആ ചങ്കിനകത്തോട്ട് നീ ആരും കയറ്റത്തില്ല. നീ വേറെ ടീമിലുള്ളതാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ്. ചിലരോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ തോന്നും, പക്ഷെ എന്നാലും ആരെയും അവഗണിക്കരുത്. ഈശോ പഠിപ്പിക്കുന്ന പാഠമാണ് വിവേചനം ഉണ്ടാകരുത്. ശരിക്കും ഞാൻ ക്ലാസ് എടുക്കാൻ വരേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ മൈക്ക് എടുത്ത് വട്ടം ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതിയായിരുന്നു. വേഗം പറ. മതി, ഇനി വരണ്ട ആരും. ഇത് തീരണമെങ്കിൽ തന്നെ സമയം എടുക്കും. പറ. അലീന എന്നാണ് പേര്. ഏത് പള്ളിയിൽ നിന്നാണ് വരുന്നത്? നിരണംപള്ളിയിൽ നിന്ന്. പറ. നിസ്വാർത്ഥമായ സ്നേഹം. ഈശോയുടേത് ആ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അൺകണ്ടീഷണൽ ലവ്. തിരിച്ചു കിട്ടുന്നതൊക്കെ ആട്ടും തുപ്പുമാണ്. എന്നിട്ടും കർത്താവ് പിന്നെയും സ്നേഹിക്കുകയാണ്. ആ അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് ഭൂമിയിൽ കാണാൻ പറ്റുന്നത് ഒറ്റ ആൾക്കാരിലേ ഉള്ളായിരിക്കും. ആരില്ല? നിങ്ങളുടെ അപ്പനിലും അമ്മയിലും. നിങ്ങളത് ഓർത്തേക്കണം കുഞ്ഞുങ്ങളെ. ഈശോയുടെ അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് ഭൂമിയിൽ കിട്ടുന്നത് നിങ്ങളുടെ അപ്പനിലും അമ്മയിലൂടെ ആയിരിക്കും. അത് ഓർത്തേക്കണം. കാരണം നീ ഏത് കുഴി വീണാലും അപ്പോഴും നിന്നെ എടുക്കാൻ വരാൻ ആരെ കാണത്തുള്ളൂ? അപ്പനും അമ്മയെ കാണത്തുള്ളൂ കേട്ടോ. ഇപ്പം നിന്നെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. നിന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. അപ്പനും അമ്മയ്ക്കും നിന്നെ ഇഷ്ടപ്പെടാൻ കാരണമേ വേണ്ട. എൻ്റെയാണ് കൊച്ച്, എൻ്റെയാണ്. എല്ലാ കുറവിലും സ്നേഹിക്കാൻ അപ്പനും അമ്മയെ കാണും. അതുകൊണ്ട് അപ്പനെ അമ്മയെ മറന്നിട്ടൊന്നും എങ്ങോട്ട് പോയേക്കരുത്. യെസ്. അടുത്ത് മിടുക്കി. അടുത്തയാൾ. സെന്റ് മേരി സിലവുങ്കൽ. പറ. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ്. ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാതെ ഇല്ല. ശരിക്കും നിങ്ങളുണ്ടല്ലോ, ഈ കൊച്ചൊക്കെ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വരുന്നു. നല്ല രസമായിട്ടാണ് പറയുന്നത് കേട്ടോ. ധ്യാനഗുരുക്കന്മാർ പറയുന്ന പോലെ പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നേ. ഇങ്ങോട്ട് നോക്കിക്കേ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുവേ നിങ്ങളെ ഈ ഭൂമി സ്നേഹിക്കാൻ ആരുമില്ലെന്ന് തോന്നും. ചിലപ്പോൾ അപ്പൻ്റെ അമ്മയുടെ രണ്ടെണ്ണം കിട്ടിക്കഴിയുമ്പോൾ അന്ന് വൈകുന്നേരം നമ്മൾ ഇരിപ്പുണ്ടേ, എന്തിനാണോ എന്നെ ചെറുപ്പത്തിലെ കൊന്നുകളയാൻ എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു മൂടില്ലേ, എന്തിനു വേണ്ടിയിട്ട്? അല്ലേ? ഇതൊരുമാതിരി പട്ടിക്കെട്ട് കല്ലെറിയുമ്പോൾ സ്വരവാ. ഓർത്തേക്കണം, ആർക്ക് വേണം? ഈശോയ്ക്ക് വേണം.
ഈശോയുമായിട്ടുള്ള ബന്ധം കണ്ടെത്തിക്കണം. ആ ബന്ധം ഇല്ലെങ്കിൽ പിന്നെ പോവേ. അപ്പോൾ ഈശോയെ കണ്ടെത്തണം. ഈ പ്രായത്തിൽ ദൈവത്തെ കണ്ടെത്തണം. അതാണ് നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈയിടെ ഒരു സംഭവം കേൾക്കണം. അയ്യോ, അത് ഇതെല്ലാം ഉള്ളതുകൊണ്ട് പറയാൻ പറ്റുകയില്ല, വേണ്ട പറയുന്നില്ല. ഒരു കൊച്ചനെ അവൻ ആത്മഹത്യ ചെയ്യണമെന്ന്, എന്നിട്ട് അവൻ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുക എനിക്ക് ആത്മഹത്യ ചെയ്താൽ കൊള്ളു. ഞാൻ ഇത് വിളിച്ച് പറയാൻ കൊള്ളാമെന്ന് വിശേഷമാണോടാ, ആത്മഹത്യ ചെയ്യണമെന്ന്. ഒരു നല്ല കാര്യം, ഓണം ഗ്രീറ്റിങ്സ് ഒക്കെ പറയുന്ന ഫോൺ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇവൻ്റെ കൂടെ ഇരിക്കുക, ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞെ ചെയ്യലടാ, കാരണം ചെയ്താൽ എന്താ, അവസാനം വിളിച്ച് തന്നെയാണ്, അവസാനം ഫോൺ ചെയ്ത് തന്നെയാണ്. നമ്മൾ ചെയ്യലടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാടാ, ഈശോ ഉണ്ടടാ. കുറേ നേരം വർത്താനം പറഞ്ഞപ്പോൾ അവൻ പറയുകയാണേ, എന്നാൽ പിന്നെ ചെയ്യാല്ലേ. ഞാൻ പറയാം, മതിയടാ, പിന്നെ ഇപ്പം വേണ്ട, ഇനി ചെയ്യാൻ തോന്നുമ്പോൾ എന്നെ വിളിക്കണേ, ഇനി കാരണം പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തോന്നിപ്പോവും നമുക്കും ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. കാരണം എന്താ, ചുറ്റുമുള്ളതിലൊക്കെ ആശ്രയിച്ചാൽ അവസാനിപ്പിക്കാൻ തോന്നും. ചുറ്റുമുള്ളതിനേക്കാൾ മുകളിലൊരാളുണ്ട്. ആ ബന്ധം കണ്ടെത്തണം കുഞ്ഞുങ്ങളെ ഈ പ്രായത്തിൽ. ഈശോ നിങ്ങളെ കൂടെ ഉണ്ടാകും. യെസ്, മിടുക്കി. അടുത്തയാൾ. യെസ്. എൻ്റെ പേര് സ്നേഹ. പരുമലപ്പള്ളി എന്നാണ്. ഞാൻ പറയുന്നത് സഹനങ്ങളിൽ തളരാതിരിക്കുക. ഈശോയോട് പഠിപ്പിക്കുന്ന പാഠം അല്ലേ? ഈശോ സഹനങ്ങളിൽ തളരാതിരിക്കുക. സഹനത്തിന് പിന്നിലൊക്കെ ഒരു കാരണമുണ്ട്. അതായത് നീ തെറ്റ് ചെയ്യാഞ്ഞിട്ടും വരുന്ന സഹനം ഇല്ല മോള് തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടൊരു സഹനം വരുന്നു. അപ്പോൾ ഓർത്തേക്കണം, ഈ സഹനം ഈശോ തരുന്നതാണ്. കർത്താവ് നമുക്ക് വേണ്ടിയല്ലേ സഹനങ്ങളെല്ലാം. മിടുക്കി. നമ്മളും ദൈവത്തോട് പ്രാർത്ഥിച്ച് സഹനങ്ങളെല്ലാം നേരിടും. കന്യാസ്ത്രീമാര് പറയുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം, മിടുക്കി, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ആ സഹനമൊക്കെ കർത്താവിന് കാഴ്ച വെച്ച് ജീവിക്കണം. കൈഡി കൊടുത്ത ആ കൊച്ചിനെ അവള് പറഞ്ഞതിന്റെ ക്വാളിറ്റി. യെസ്. പിന്നെ വന്നോ? ഞാൻ പറയാൻ പോകുന്നത് ഈശോയുടെ എളിമ. എനിക്ക് കുറവാ. എനിക്കത് വളർത്തിയെടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ ഈശോയെ നോക്കണം. എന്നെ കണ്ടിട്ട് ഈശോ, അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എളിമ കുറവാ. ഈശോയിൽ നിങ്ങൾ മുഴുവൻ എളിമയാണ്. അപ്പൊ ഇനി ഞാൻ എളിമ എന്നെ ഒന്ന് മെനയാക്കണം അല്ലേ, എന്നെ ഒന്ന് വെടിപ്പാക്കണം. മിടുക്കി, സൂപ്പർ കേട്ടോ. കറക്റ്റായിട്ട് അത് അപ്ലൈ ചെയ്തു മോള്. യെസ്, മിടുക്കി. എളിമയുണ്ടാകണം. ദൈവപുത്രനായിരുന്നിട്ടും അവൻ എളിമപ്പെട്ടു. ഒന്നും അല്ലാതിരുന്നിട്ടും എന്തിനാടാ ഈ ഷോയൊക്കെ. ദൈവപുത്രൻ എളിമപ്പെട്ടു. ഒന്നും അല്ല നമ്മളൊന്നും, എന്നിട്ടും ഷോയ്ക്കൊരു കുറവില്ല അല്ലേ? ഈ അഹംഭാവത്തിനൊരു കുറവില്ല. എളിമപ്പെടാം. ഈശോ എളിമപ്പെട്ടു. യെസ്. എൻ്റെ പേര് അലീന. ഞാൻ സെന്റ് മേരീസ് ഉർശലേം പറമറ്റം പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ പറയാൻ വന്ന കർത്താവിന്റെ സഹായിക്കാനുള്ള മനസ്സ്, മറ്റൊരു കൺസിഡർ ചെയ്യുന്ന ഈശോയുടെ മനസ്സ്. നമ്മളും പറ്റുന്ന പോലൊക്കെ പഠിക്കാനൊക്കെ സഹായിക്കണം. 2 ഉത്തരവൊക്കെ പരീക്ഷയുടെ നേരത്തെ പറഞ്ഞു കൊടുക്കണം. ചെയ്യരുത്, അയ്യടാ. ചിലർക്ക് പരീക്ഷയുടെ നേരത്തെ സഹായം തോന്നുന്നു, പരീക്ഷയുടെ നേരത്തെ സഹായിക്കുക അല്ല, പരീക്ഷയ്ക്ക് മുമ്പ് അടുത്ത് വിളിച്ചിരുത്തി പഠിപ്പിച്ചു കൊടുത്തേക്കണം. എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈശോയുടെ സഹായമാണെന്ന് പറഞ്ഞുകൊണ്ട് കോപ്പി അടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കരുത്. ഈശോയുടെ സഹായമല്ല, അത് കള്ളത്തരമാണ്. അത് മാത്രം ചെയ്യരുത്. യെസ്, അടുത്തത്. എൻ്റെ പേര് ഗിഫ്റ്റ. ഞാൻ സെന്റ് മേരീസ് ഉർശലേം പറമറ്റം പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ പറയാൻ പോകുന്നത് യേശുയുടെ ക്ഷമയെ പറ്റിയാണ്. ഈശോയുടെ ക്ഷമയാണ്. ക്ഷമയുള്ളത് കൊണ്ടാണ് കുരിശിൽ തറയ്ക്കാൻ പോകുമ്പം യൂദാസ്ലീഹ ഒറ്റി കൊടുത്തപ്പോഴും തള്ളി പറഞ്ഞപ്പോഴും ക്ഷമിക്കാൻ പറ്റി. നമ്മളെ ദ്രോഹിച്ച ഒത്തിരി പേരുണ്ട് ലൈഫിൽ അല്ലേ? നേരത്തെ പറഞ്ഞ നമ്മളെ പറ്റിച്ചവരുണ്ട്, പുറകിൽ നിന്ന് കുത്തിയവരുണ്ട്, നമ്മളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞവരുണ്ട്, നമ്മൾ അറിയാത്ത കാര്യം അല്ലേ? അപ്പോൾ അവരോടൊക്കെ ക്ഷമിക്കാൻ ഈശോ നമ്മളെ സഹായിക്കും. നമുക്ക് ഭൂമിയിൽ കാരണമൊന്നുമില്ല ക്ഷമിക്കാൻ, ഈശോ സഹായിക്കും. മിടുക്കി കേട്ടോ, നല്ലതായിട്ട് പറഞ്ഞു. ഇതെല്ലാം എനിക്ക് ഡീറ്റെയിൽ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്, സമയക്കുറവുകൊണ്ട് നിർത്തുന്നതാണ്. ഏഞ്ചൽ സാറാ, പറ മോളെ. സെന്റ് കുര്യാക്കോസ് മുണ്ടുകുഴി ഇടവയ്ക്ക് അഭിമാനം. പറ. ഭയങ്കര കൈൻഡാ ഈശോ. വളരെ അലിവുണ്ട്. സുവിശേഷത്തിലേറ്റ സുന്ദരമായ വാക്യം, അവൻ അവരോട് അലിവ് തോന്നി, വിശന്നിരുന്നവരോട് അലിവ് തോന്നി. ജയറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ അവരോട് പറയുകയാണ്, കൊച്ചിന് കഴിക്കാമല്ലോ, കൊടുക്കുക. അലിവാണ് ഈശോയ്ക്ക് മുഴുവൻ എല്ലാവരോടും. മിടുക്കി. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും. ലിസണറാണ്. പറയാനുള്ള സങ്കടമൊക്കെ കേൾക്കും. നമ്മളും കേൾക്കണം, സങ്കടങ്ങളൊക്കെ കേൾക്കണം. മിടുക്കി. യെസ്, ഗുഡ്. എൻ്റെ പേര് ജസ്റ്റിൻ കരൂരിൽ ഉമ്മൻ. ഞാൻ വരുന്നത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് മുതുപാല ചർച്ചിൽ നിന്നാണ്. ഞാൻ പറയുന്നത് യേശുവിൻ്റെ സംസാരിക്കുന്ന രീതിയിലാണ്. അതായത് ഓരോ വാക്കിലും അർത്ഥങ്ങളുണ്ട്. അതെ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംസാരങ്ങളാണ് ഓരോ വാക്കുകൾ പറയുന്നത്. അതിൽ ഓരോ അർത്ഥങ്ങളും നമ്മളതിന് ജീവിതത്തെ തന്നെ തിരിക്കുന്ന ഓരോ വാക്കുകളാണ്. നമ്മളും മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറയണം. പറയുന്ന വാക്ക് നല്ലതാകട്ടെ. നല്ല വാക്കുകൾ പറയുമ്പോൾ മറ്റുള്ളവർ ജീവിതത്തെ ഇത് പ്രകാശിപ്പിക്കും. കെട്ട വാക്കുകൾ അല്ല, എന്തിനാണ് ഈ വൃത്തികെട്ട വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? ഓരോ വാക്ക് വായിന്ന് വീഴുന്നതിന് മുമ്പ് ചോദിക്കണം, ഇത് ഈശോ പറയുമോ ഈ വാക്ക്? അപ്പോൾ പിന്നെ കുറേ വാക്കൊക്കെ നമ്മളങ്ങ് വിഴുങ്ങിക്കോളും. നല്ല വാക്ക് പറയണമെന്ന്. മിടുക്കൻ. യെസ്, അടുത്തത്. എൻ്റെ പേര് ഡാൻ. ഞാൻ നിരണപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ആരെയും വെറുക്കരുത്. യേശു പറയുന്നുണ്ട് നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണം. മിടുക്കൻ. ആരെയും വെറുക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല.
സങ്കടങ്ങളൊക്കെ നമുക്ക് അവർ തരും, പക്ഷെ അവരെ വെറുക്കരുത്. ആരെയും വെറുക്കാൻ അവകാശമില്ല. മിടുക്കന് ആമ്പിള്ളേരൊക്കെ വന്നല്ലോ, ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ വന്നല്ലോ. ഇവർക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു കൈ പൊക്കി കൊടുത്ത് ഇത്ര വന്ന പിള്ളേർ എല്ലാവരും യെസ്. അപ്പോൾ നമ്മുടെ റിവിഷൻ പിന്നെ നമ്മുടെ 3 സെന്റൻസ് ഒരുമിച്ച് പറഞ്ഞേ. ഇത് ഇവിടുന്ന് ഈ പന്തലിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടോട്ട് പോയാലും ഇത് ഇടയ്ക്ക് തലയെ കിടക്കണം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു മെത്തേഡാണ്. എന്താണ് ആ മെത്തേഡ്? പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, വരട്ടെ. ആദ്യം അത് അവിടെ തുടങ്ങണം. ഒന്നാമത്തത്, ആദ്യം ഞാൻ ശരിക്കും എല്ലാ പ്രാർത്ഥനയും തുടങ്ങേണ്ടത് നമ്മളിൽ തന്നെയാണ്. നമ്മളെ മറന്നിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കുഴപ്പം, അവർ അവിടെ തന്നെ പ്രാർത്ഥിച്ച് അവിടെ തന്നെ അവസാനിക്കും, ജീവിതം വെടിപ്പാകത്തില്ല. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം, എന്നിട്ട് ഞാൻ ഈശോയെ ഒന്ന് നോക്കണം. ഇപ്പം ഈശോയെ നോക്കി, എന്നിട്ടോ ഇനി ഞാൻ എന്നെ ഒന്ന് ഐ മസ്റ്റ് ക്ലെൻസ് മൈസെൽഫ്, എന്നെ ഒന്ന് വെടിപ്പാക്കണം. വെടിപ്പാക്കാനുള്ളതൊക്കെ ഈ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അവസാനത്തെ സാധനമാണ്, നമുക്ക് ഈ സഭകൾക്കുണ്ടല്ലോ, നമുക്ക് ഈ മാർത്തോമ നസ്രാണികൾക്കൊക്കെ നമ്മുടെ ഒരു പ്രത്യേകത, നമുക്ക് ദൈവാരാധന നന്നായിട്ടൊക്കെ നടക്കുന്ന സഭകളാണ്. ലിറ്റർജി, ടെക്സ്റ്റുവൽ പ്രയേഴ്സ്, സങ്കീർത്തനാലാപനം, നമസ്കാരങ്ങൾ, പരിശുദ്ധ കുർബാന, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, ഇതെല്ലാം നല്ലതാകുമ്പോഴും ഈശോയോട് വ്യക്തിപരമായ ബന്ധം വളർത്താൻ നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സിൽ ഒത്തിരി തീരുമാനങ്ങൾ നിങ്ങൾ എടുപ്പിക്കുന്നില്ല. ഒറ്റ തീരുമാനം ഞാൻ എടുപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കണം. എന്നറിയാമോ? എല്ലാ ദിവസവും 10 മിനിറ്റ്, ശ്രദ്ധിച്ചേ, എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഇനിയുള്ള ആയുസ്സിൽ 10 മിനിറ്റ് പേഴ്സണൽ പ്രയറിനിരിക്കണം. എന്താണ് തീരുമാനം? എന്താണ്? എല്ലാ ദിവസവും 10 മിനിറ്റ് പേഴ്സണൽ പ്രയറിനിരിക്കണം. എങ്ങനെ പേഴ്സണൽ എന്ന് വെച്ചാൽ എന്താ? അവിടെ പോയിരുന്നുകൊണ്ട് ഒരു പ്രാർത്ഥന ചെല്ലുന്നതാണോ പേഴ്സണൽ പ്രയർ? ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുന്നതാണോ പേഴ്സണൽ പ്രയർ? അല്ല. അവിടെ പോയിരുന്ന് ഈശോയോട് സംസാരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ചോ ഞങ്ങൾ അവിടെ പോയിട്ട് എന്നതായി സംസാരിക്കുന്നത്? അല്ല, എന്നതായി ഇതിന് മാത്രം സംസാരിക്കാനുള്ള മെത്തേഡ് പറഞ്ഞു തരാൻ പോവാ. ശ്രദ്ധിച്ചിരുന്നോ? ഇത് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. 5 കാര്യങ്ങൾ പറയും, ഒരു കാര്യം 2 മിനിറ്റ് വെച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് 10 മിനിറ്റ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റും. അതിൻ്റെ പേരാണ് ആക്ട്സ് മെത്തേഡ്. ആ മെത്തേഡിൻ്റെ പേരാണ് ആക്ട്സ് മെത്തേഡ്. ആക്ട്സിൻ്റെ സ്പെല്ലിംഗ് എന്താ? AXE കോടാലിയാണ്, ഇതല്ല. ആക്ട്സ് ACTS. അതാണെന്ത്? ആക്ട് അല്ലേ? ആക്ട്സ്. അപ്പോൾ ഒരു എസ്സും കൂടി ഇട്ടേക്കണേ, ഇതിനൊരു എസ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, സ്പെല്ലിംഗ് പറഞ്ഞേ, നമ്മുടെ മെത്തേഡിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ACTS. ഒന്നുകൂടെ പറ. ACTS. അപ്പോൾ ഒരു ലെറ്ററിന് എത്ര സെക്കൻഡ് വെച്ച് കൊടുക്കും? എത്ര മിനിറ്റ് വെച്ച് കൊടുക്കും നമ്മൾ? ഒരു ലെറ്ററിന് എത്ര മിനിറ്റ് വെച്ച് കൊടുക്കും? 2 മിനിറ്റ്. അപ്പോൾ ഒരു ലെറ്ററിന് 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ നമുക്ക് 10 മിനിറ്റ് എല്ലാ ദിവസവും പേഴ്സണലി ഇരുന്ന് പ്രാർത്ഥിക്കാം. റെഡിയാണോ? പറഞ്ഞു തരട്ടെ എന്താന്ന്. ആദ്യം നിങ്ങൾ അടങ്ങിയിരിക്കണം. അത് അത്യാവശ്യമാണ്. എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കണം. ഇരുന്നിട്ട് സ്റ്റാൻഡ്സ് ഫോർ അവയർനെസ് ആൻഡ് അഡോറേഷൻ. 2 വാക്കാണ്. ഇത് മുഴുവൻ പഠിക്കണം. ഞാൻ ആരോട് വേണം ചോദിക്കുവേ. നേരത്തെ കണക്ക് ആരെങ്കിലും പറയാനല്ല പറയുന്നത്, ഞാൻ പിക്ക് ചെയ്യും. മോള് പറ എന്ന് പറയും. ഇത് പ്രധാനപ്പെട്ടതാണ്. സ്റ്റാൻഡ് ഫോർ അഡോറേഷൻ ആൻഡ്. അപ്പോൾ എന്നറിയാമോ, നമ്മൾ ആദ്യം അവിടെ പോയി ഇരിക്കുകയാണ്. അഡോറേഷൻ മീൻസ് എന്ത്? ആദ്യം അവയർനെസ് വെച്ചാൽ എന്താ? അവബോധം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. അവയർനെസ് ദൈവ അവബോധം ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കൂട്ടിൽ തന്നെ ആരാധിക്കണം. ഈശോ, ആരാധന. വി പ്രൈസ് യു, വി വർഷിപ്പ് യു, വി അഡോർ യുവർ ഹോളി നെയിം, ഓ ജീസസ്. 2 മിനിറ്റ് മതി. 2 മിനിറ്റ് അതിനുവേണ്ടി മടുക്കത്തില്ല. 2 മിനിറ്റ് അടങ്ങിയിരിക്കണം. ദൈവം എന്നെ പൊതിഞ്ഞ് നിപ്പുണ്ട്, കർത്താവിൻ്റെ അടുത്തുണ്ട്, ആൻഡ് ഐ വർഷിപ്പ് ദ സെയിം ഗാഡ്. ആരാധന. 2 മിനിറ്റ് കഴിഞ്ഞു. എളുപ്പമായി, സുന്ദരമായിട്ട് പ്രാർത്ഥിക്കും. 2 മിനിറ്റ് കഴിഞ്ഞു. അടുത്ത ലെറ്റർ എന്താ? C സ്റ്റാൻഡ്സ് ഫോർ. എന്തായിരിക്കും? പറ. C സ്റ്റാൻഡ്സ് ഫോർ. നിങ്ങളൊരു വാക്ക് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. C സ്റ്റാൻഡ്സ് ഫോർ ക്യാരക്ടർ. അല്ല, ഇതൊരു മെത്തേഡാണ്, പ്രാർത്ഥനയുടെ മെത്തേഡാണ്. അപ്പോൾ ക്യാരക്ടർ അല്ല. ആദ്യം നമ്മൾ അവയർനെസ് അഡോറേഷൻ. C സ്റ്റാൻഡ്സ് ഫോർ ക്രൈസ്റ്റോ. നിങ്ങൾക്കറിയാവുന്ന എല്ലാ വാക്കും വിളിച്ച് പറയല്ല. C സ്റ്റാൻഡ്സ് ഫോർ കൺഫെഷൻ എന്ന് വെച്ചാൽ പിന്നത്തെ 2 മിനിറ്റ് തെറ്റിപ്പോയി ഈശോയെ, പാപങ്ങൾ ഓർക്കണം. അത് ഇടയ്ക്ക് ഓർക്കണം ഇരുന്നിട്ട്. ഇന്നലെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ഇന്ന് രാവിലെ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടത്തരം വന്നുപോയി. എൻ്റെ അപ്പയുടെ അമ്മയുടെ അനുസരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഹോംവർക്ക് ചെയ്യാൻ
ഞാൻ അലസത കാണിച്ചു, പഠിക്കാനുള്ളതിരുന്ന് പഠിച്ചില്ല, ക്ലാസ്സിലിരുന്ന് ഉഴപ്പി. ഇതൊക്കെ പറയുന്നത് എന്താ? ഇതൊക്കെ ആരോട് പറയണം? ഈശോയോട്. എന്താ ഇത്? കൺഫെഷൻ, ഏറ്റുപറച്ചിൽ, കൺഫെഷൻ നടത്തുകയാണ്. കുമ്പസാരം പോലെ കൺഫെഷൻ നടത്തുകയാണ്. കിട്ടിയോ? എ സ്റ്റാൻഡ്സ് ഫോർ റിവിഷൻ. എ സ്റ്റാൻഡ്സ് ഫോർ അവയർനെസ് ആൻഡ് അഡോറേഷൻ. സി സ്റ്റാൻഡ്സ് ഫോർ കൺഫെഷൻ. ടി സ്റ്റാൻഡ്സ് ഫോർ താങ്ക്സ് ഗിവിങ്. താങ്ക്സ് ഗിവിങ്. അപ്പം നമുക്ക് ഓരോന്നും വിഷയം തിരികെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട എളുപ്പവഴിയായത്. ആദ്യം ചെന്നിരുന്നു, ഈശോയുടെ സാന്നിധ്യം അറിഞ്ഞു, സ്തുതിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൈകൂപ്പി, കർത്താവേ തെറ്റിപ്പോകുന്നുണ്ട്, ഇന്നത് തെറ്റിപ്പോയി. അത് കഴിയുമ്പോൾ താങ്ക്സ് ഗിവിങ്, നന്ദി ഈശോയെ, അയ്യോ ഇന്നലെ ഒരു അനുഗ്രഹം ഉണ്ടായി കർത്താവേ, ഞാൻ അതിന് പഠിച്ചില്ലായിരുന്നു, ആ റിവിഷൻ പഠിച്ചില്ലായിരുന്നു, ദൈവം സഹായിച്ച് ടീച്ചർ റിവിഷൻ നടത്താൻ മറന്നുപോയി ഈശോയെ, താങ്ക് യു ഈശോയെ, താങ്ക് യു. പെട്ടെന്ന് ആ മാത്സിലെ ടീച്ചർ എന്നോട് ബോർഡിൽ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ അതിൻ്റെ കണക്ഷൻ കിട്ടുന്നില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈശോയെ. അവിടെ കയറി നിന്നപ്പോൾ, ഞാൻ ചെയ്തു വന്നപ്പോൾ എങ്ങനെയോ ഉത്തരം ശരിയായി ഈശോയെ, താങ്ക് യു ജീസസ്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടി ആ റോഡ് സൈഡിൽ എന്നെ ചേർന്ന് മുട്ടി ഉരുമിപ്പോയി, ഒരു അല്പം മാറിയിരുന്നെങ്കിൽ എന്നെ ഇടിച്ചത് താഴെ ഇട്ടേനെ, താങ്ക് യു ജീസസ്. അങ്ങനെ താങ്ക് യു പറയാൻ ഇരിക്കുമ്പോഴാണ് താങ്ക് യു പറയാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നുമില്ല നന്ദിയൊന്നും പറയാൻ. നന്ദി പറയാൻ ഇരിക്കുമ്പോൾ ജീവിതം മുഴുവൻ നന്ദിയാണെന്നറിയും. താങ്ക്സ് ഗിവിങ്. കിട്ടിയോ? അടുത്തത് എന്താ? എസ് ഫോർ, ഈ വാക്ക് അധികം കേട്ടിട്ടില്ലായിരിക്കും, പക്ഷെ പറയണം, ആ വാക്ക് പഠിച്ചോ. എസ് ഫോർ സപ്ലിക്കേഷൻസ്. ആ വാക്ക് പറഞ്ഞേ. എസ് ഫോർ സപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ എന്താ? സപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? അഭ്യർത്ഥനകൾ, യാചനകൾ, ഇനിയുള്ള കാര്യങ്ങൾ പറയണമെന്ന്. കർത്താവേ, നാളെ എൻ്റെ അപ്പായിക്ക് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, ഏതാണ്ട് അസുഖം ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നു. ഈശോയെ ഒന്നും കാണല്ലേ. അമ്മയ്ക്ക് നടുവേദനയാണെന്ന് പറയുന്നുണ്ട്, അമ്മ എങ്ങനെ നടുവേദനയായിട്ട് കടന്നു പോയാൽ ഈ വീട് തന്നെ താളം തെറ്റിപ്പോവും. ഈശോയെ, എൻ്റെ അമ്മയുടെ ആരോഗ്യം നീ കാക്കണേ. എൻ്റെ ചേട്ടായിക്ക് അടുത്ത ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഈശോയെ നീ കാത്തോണേ. സപ്ലിക്കേഷൻസ്, യാചനകൾ സമർപ്പിക്കണം. ആൻഡ് ദ ഫൈനൽ 2 minutes ഫോർ സൈലൻസ്, വെറുതെ അങ്ങ് ഇരുന്ന് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞു 2 minute ചുമ്മാ ഇരിക്കെ. പറയുമ്പോൾ 2 minute വെച്ചേ ഉള്ളൂ, പക്ഷെ 10 minute എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റും. എന്തിനറിയാം ഈ മെത്തേഡ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ പള്ളിയിൽ പൂട്ടിയിടും, നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ പുസ്തകങ്ങളിൽ പൂട്ടിയിടും. പുസ്തകങ്ങൾക്കും പള്ളിക്കും പുറത്തും പ്രാർത്ഥിക്കാൻ പഠിക്കണം. ആ വ്യക്തിപരമായ ബന്ധം, അല്ലെങ്കിൽ ഇതെല്ലാം ബോറിംഗ് ആയിരിക്കും കുഞ്ഞുങ്ങളെ. ഈശോയോട് വ്യക്തിപരമായ ബന്ധമില്ലാതെ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു 2.5 മണിക്കൂർ ബോറടി ആയിരിക്കും. കാരണം എന്തിനാ ഈ കിടന്ന് ഈ ബാറക് മോറെല്ലാം ചെല്ലുന്നതെന്ന് നമ്മൾ വിചാരിക്കും, നമുക്ക് ബോറടിക്കും. പക്ഷെ വ്യക്തിപരമായ ബന്ധമുള്ളെങ്കിൽ അത് എൻജോയ് ചെയ്യും. അപ്പോൾ ഈ വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കേണ്ട 10 minutes prayer ആണ് ആക്ട്സ്. ഇതെൻ്റെ മെത്തേഡല്ല കേട്ടോ, നിങ്ങൾ ഓർത്തേക്കരുത് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണെന്ന്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ പഠിപ്പിച്ച മെത്തേഡാണ്. റീസെൻ്റ്ലി ഞങ്ങൾക്ക് അവിടെ ഒരു ധ്യാനം വന്നപ്പോൾ, കുട്ടികളുടെ ധ്യാനത്തിന് ഞങ്ങളുടെ തോമസ് തറയിൽ പിതാവ് അന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച മെത്തേഡാണ്. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്, നല്ല മെത്തേഡാണ്, ഞാനും ചെയ്യാൻ തുടങ്ങിയതാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് പറഞ്ഞ റിവിഷൻ? എന്താണ് ആ മെത്തേഡ്? ആക്ട്സ്. എല്ലാവരും ഒരുമിച്ച്, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. മുഴുവൻ റിവിഷൻ ചെയ്യാൻ പോകും നമ്മൾ. 2 കാര്യങ്ങൾ നമ്മളിവിടെ മെയിനായിട്ട് പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞ സാധനം എന്താ? നമ്മൾ 3 സെൻറ്റൻസ് പറഞ്ഞു, അതാദ്യം റിവിഷൻ ചെയ്തേ. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഒരുമിച്ച് എല്ലാവരുടെയും ചുണ്ടാനങ്ങട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തായാലും പറയിപ്പിക്കുക. എന്താണത്? ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. അടുത്തത്, എന്നിട്ട് ഞാൻ മിശിഹായെ നോക്കണം. എന്നിട്ട് എന്നെ ഒന്ന് വെടിപ്പാക്കണം. എന്നിട്ട് എന്നെ ഒന്ന് 3 പ്രോസസ്സാണ്, 3 സ്റ്റേജാണത്. ഗുഡ്. അടുത്തത് നമ്മുടെ മെത്തേഡ് ഏതാണ്? ആക്ട്സ്. എ സ്റ്റാൻഡ്സ് ഫോർ അവയർനെസ് ആൻഡ് അഡോറേഷൻ, അവബോധവും ആരാധനയും. ആദ്യത്തെ 2 minute എന്തിനുള്ളതാ? അവബോധം, ആരാധന. ആക്ട്സ്. എ സ്റ്റാൻഡ്സ് ഫോർ അവയർനെസ് ആൻഡ് അഡോറേഷൻ. ആൻഡ് ദെൻ സി സ്റ്റാൻഡ്സ് ഫോർ ഏറ്റുപറച്ചിൽ. സി സ്റ്റാൻഡ്സ് ഫോർ കൺഫെഷൻ, തെറ്റിപ്പോയി. ആൻഡ് ടി സ്റ്റാൻഡ്സ് ഫോർ കൃതജ്ഞത, നന്ദി പറയണം, കർത്താവേ എല്ലാത്തിനും നന്ദി. ആൻഡ് എസ് സ്റ്റാൻഡ്സ് ഫോർ സപ്ലിക്കേഷൻസ്, യാചനകൾ സമർപ്പിക്കണം. ആൻഡ് ദ ഫൈനൽ 2 minutes ഫോർ സൈലന്റ്, നിശബ്ദത. കിട്ടിയോ? അപ്പോൾ ഇത്ര നേരം എന്ത് നല്ല കുഞ്ഞുങ്ങളായത്, ഇത് നന്നായിട്ടാണ് കേട്ടിരുന്നത്. നിങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന്, ഇങ്ങനൊരു അവസരം നൽകിയതിന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികരോടും സംഘാടകരോടുമുള്ള നന്ദി അറിയിക്കുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.